പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ നിങ്ങളോട് ഒരുമിച്ച് ഈ സമയം ചെലവഴിപ്പാൻ ദൈവം ഇടയാക്കിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ച ആ ചിന്തയുടെ ഒരു തുടർച്ചയായിട്ട് ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക്കലി പ്രിപ്പയറിംഗ് ദി അൺമാരീഡ് ആൻഡ് എൻറിച്ചിങ് ദ മാരീഡ്. അതായത് അവിവാഹിതരായിട്ടുള്ള ആളുകളെ ഒരുക്കുകയും വിവാഹിതരായിട്ടുള്ള ആളുകളെ കുറച്ചും കൂടെ എൻറിച്ച് ചെയ്യുകയും കുറച്ചും കൂടെ ആവശ്യത്തിൽ ധനിരാക്കി തീർക്കുകയും ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന ഒരു ചിന്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ മീറ്റിങ്ങിൽ ഞാൻ അതിൻ്റെ കുറെ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് സംസാരിക്കാനിടയായി തീർന്നു. എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വേദഭാഗം എന്ന് പറയുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായം. ദിസ് ഇസ് ആക്ച്വലി Ephesians chapter 5, starting from verse 18 all the way to verse 33. അതിൻ്റെ 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് സാവകാശമായിട്ട് ഭവനങ്ങളിൽ വായിക്കാം, സ്വകാര്യമായിട്ടിരുന്ന് വായിക്കാം. ഇപ്പോൾ അത് വായിച്ച് സമയമെടുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. അവിടെ പൗലോസ് പറഞ്ഞ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഡു നോട്ട് ഗെറ്റ് ഡ്രങ്ക് ഓൺ വൈൻ വിച്ച് ലീഡ്സ് ടു debauchery. Instead be filled with spirit, speaking to one another with psalms, hymns, and songs from the Spirit. Sing and make music from your heart to the Lord, always giving thanks to God the Father for everything in the name of our Lord Jesus Christ. Submit to one another out of reverence for Christ. ഇന്നത്തെ 22-ൽ wives submit to yourself to your own husbands as to the Lord, for the husband is the head of the wife, as Christ is the head of the church, his body, of which he is the savior. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നുണ്ട് verse 28, in the same way husbands ought to love their wives as their own bodies. He who loves his wife loves himself. After all, no one ever hated their own body, but they feed and care for their body just as Christ does the church. All right. Verse 33, this is a profound mystery. I am talking about Christ and the church. So നമുക്കറിയാം ആ entire chapter, the rest of it, beginning from അതിൻ്റെ 18 തൊട്ടുള്ള അവസാന വാക്യങ്ങളിൽ, it's all talking about relationship between a husband and the wife and what is God expecting from a family, from a husband and wife. ആ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. അതിൻ്റെ തുടക്ക ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനകത്ത് ഒന്നുറപ്പുണ്ട്. എന്നാൽ അടുത്ത് പറയുന്നു, എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി. അപ്പൊ നമ്മളത് വായിക്കുമ്പോൾ ആ ഹോൾ തിങ് ഒരു സിംഗിൾ തോട്ടായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കത് വാക്യങ്ങളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ബൈബിളിൽ ഉണ്ടെങ്കിലും അത് ആ പരിശുദ്ധാത്മ നിറവിന്റെ ഒരു ഒഴുക്കാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എൻ ഔട്ട് ഫ്ലോ ഓഫ് ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി നമ്മൾ പലപ്പോഴും ഒരു കുറച്ചൊരു എക്സ്പീരിയൻസ്, കുറെ അനുഭവങ്ങൾ മാത്രമായിട്ട് നമ്മൾ അതിനെ കാണുമ്പോൾ ഹൗ എ സ്പിരിച്വൽ പേഴ്സൺ, ഹൗ ഇറ്റ് അഫക്ട്സ് ഹിസ് ഫാമിലി ലൈഫ്, ഒരു ആത്മനിറവ് പ്രാപിച്ച ഒരു വ്യക്തിയുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. സോ നിങ്ങൾ ആ ഭാഗങ്ങൾ ചിന്തിക്കണം. ഞാൻ ഇന്നത്തെ എൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രാക്ടിക്കൽ രീതിയിലാണ് ഞാൻ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഈ 1 മണിക്കൂർ കൊണ്ടും ഞാനത് പറഞ്ഞു തരത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് എന്നെ കൊണ്ട് കവർ ചെയ്യാൻ ഒക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കവർ ചെയ്യാൻ. ഈ മാരേജ് എൻറിച്ച്മെന്റ് ടോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ലെങ്തി പ്രോസസ്. അതിന് ധാരാളം ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം നമുക്ക് ഈ മീറ്റിങ്ങുകൾ ഈ സമയത്തിനുള്ളിൽ തീർക്കാനൊക്കത്തില്ല. എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാനൊക്കും. ഇതിനകത്ത് നമ്മുടെ സ്പൗസസിനെ നമ്മൾ മനസ്സിലാക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. ആളുകളുടെ ഇമോഷണൽ ആയിട്ടുള്ള നീഡുകൾ മീറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വിഷയ സമയത്ത് പഠിക്കാനുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മേജർ പ്രോബ്ലം, മേജർ ഇഷ്യൂ ആണ്. ദാറ്റ് ഈസ് അനദർ ടോപ്പിക് ഇറ്റ് സെൽഫ്. ദെൻ കോൺഫ്ലിക്ട്സ്, വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഫ്ലിക്ട്സ്, ഇഷ്യൂ ഓഫ് റെസ്പെക്ടിങ് ഈച്ച് അതർ, ഇഷ്യൂ ഓഫ് സബ്മിഷൻ, role of a husband, role of a wife. This is all from a biblical perspective. ഇതെല്ലാം this will take long time. അപ്പൊ ഇന്നെന്റെ അതിലേക്കൊന്നും ഞാൻ ആക്ച്വലി കടക്കുന്നില്ല.
സോ ഈ സമയത്തിനുള്ളിൽ മറ്റു ചില കാര്യങ്ങൾ ഇതുമായിട്ട് സംബന്ധിച്ച് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് a concept called 7 foundational commitments. അതായത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രയോജനപ്പെടും, കഴിച്ച ആളുകൾക്കും ഇത് പ്രയോജനപ്പെടും. 7 ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് സമർപ്പണം ആവശ്യമാണ്. This is a commitment, okay? Foundational commitments. Let me start with first one. Okay, commitment to selflessness. Commitment to selflessness. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സെൽഫിഷ്നെസ് ആണ്. സെൽഫിഷ്നെസ് ഇസ് എ മേജർ പ്രോബ്ലം. ഓക്കെ, സോ ആളുകൾ സ്വാർത്ഥരായിട്ട് കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നം. അപ്പം നിസ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു വിവാഹ ജീവിതം നടക്കൂ. സോ ദാറ്റ് ഇസ് എ മേജർ കമ്മിറ്റ്മെന്റ് ദാറ്റ് വി ഹാവ് ടു ബി മേക്കിംഗ്. സോ എ കമ്മിറ്റ്മെന്റ് ടു സെൽഫ്ലെസ്നെസ്. ഓക്കെ, രണ്ടാളുകൾ സെൽഫിഷ് ആയിട്ടുള്ള രണ്ടാളുകൾ ഒരു കുടുംബത്തിലേക്ക് വരികയാണെങ്കിൽ യു ഹാവ് സീരിയസ് പ്രോബ്ലം ഇൻ ദാറ്റ് മാരേജ്. നമുക്ക് ഈ ഫാമിലി പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സാധാരണ കിട്ടുന്ന ഒരു മേജർ കംപ്ലൈന്റ്, എസ്പെഷ്യലി അമേരിക്ക പോലെയുള്ള സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഈ സാധാരണ പറയുന്ന ഒരു കംപ്ലൈന്റ്, എന്റെ പാസ്റ്റർ ഹി സോ സെൽഫിഷ്. ഇതുപോലെ സ്വാർത്ഥനായ ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. He only thinks about himself. Ladies, actually, mostly this is coming from the ladies. So, ഈ സെൽഫിഷ്നെസ്സുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. So, a commitment to selflessness. All right. Second commitment is unconditional love. So, ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു മാരേജ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോഴത്തേക്കിന് നമ്മളൊരു കാര്യം ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് പോകണം. സ്നേഹം ഞാൻ കൊടുക്കാൻ പോകുന്നത് അൺകണ്ടീഷണൽ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓർക്കണം, ഈ സ്നേഹത്തെക്കുറിച്ച് നമ്മളെല്ലാം സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ്, ഒരു ഇമോഷനായിട്ട് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കും. ദി അതർ വൺ ഈസ് ആക്ച്വലി കമ്മിറ്റ്മെന്റ് ടു അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് എന്ന് ഞാൻ പറഞ്ഞത് ഒരു നിബന്ധനകളും ഇല്ല. ഐ എം ഗോയിങ് ടു ലവ് ദി അതർ പേഴ്സൺ, regardless of how he or she reacts to me. So ഞാൻ പറഞ്ഞു വന്നത്, ഈ ലവ് ആസ് എൻ ഇമോഷൻ, ഒരു വികാരം എന്ന തലത്തിൽ നമ്മൾ സ്നേഹത്തെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. കാര്യം നിങ്ങൾക്ക് ഒരിക്കലും ആരെയും സ്നേഹിക്കാനുള്ള ഒരു വികാരം എപ്പോഴും മനസ്സിലുണ്ടാകത്തില്ല. യു ഡോണ്ട് ഫീൽ ലൈക്ക് ലവിങ്. there may be times you are angry at your wife or your husband. You're so angry at this person. Maybe you're so bitter towards him. അപ്പൊ ആ ഫീലിംഗ് എപ്പോഴും നമുക്ക് ഉണ്ടാകത്തില്ല. ഇമോഷൻ doesn't last all the time. But always remember, love is a choice. Love is a decision. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. അപ്പൊ അതൊരു അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടത് വളരെ ആവശ്യമാണ്. Alright, so that is unconditional love. And then the third one is actually commitment to communication. Okay, ആശയവിനിമയത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകണം. ആശയവിനിമയത്തിന് തയ്യാറായില്ലെങ്കിൽ കുടുംബജീവിതം ശരിയാകത്തില്ല. ഈ ഫാമിലിയെ പറ്റി പറഞ്ഞൊരു കാര്യം, മാരേജ് ഇസ് എ ലിവിങ് ഓർഗാനിസം. ഇതിന് ജീവനുള്ള ഒരു വസ്തുവാണ്. യു ഹാവ് ടു ഫീഡ് ഇറ്റ്. വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് റിയലി that marriage thrive on is conversation. So അന്യോന്യമുള്ള സംഭാഷണം, ആശയവിനിമയം വളരെ ആവശ്യമാണ്. അതിന് തയ്യാറില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം മുറിച്ചു. Are you communicating? Are you really talking? Okay. ഞാനിത് പറയുന്ന സമയത്ത് സാധാരണയായിട്ട് ഞാൻ ഈ മാരേജ് എൻറിച്ച്മെന്റ് ക്ലാസ്സസിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനിങ്ങനെ ചോദിക്കും, how many of you have 15 minutes of heart to heart conversation? ഹൃദയത്തിന്റെ തലത്തിൽ നിന്ന് ഹൃദയത്തിന്റെ തലത്തിലേക്കുള്ള നിങ്ങളുടെ കോൺവെർസേഷൻ 15 മിനിറ്റ് ഉള്ളവർ എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കും. അപ്പൊ ചിലപ്പോൾ കുറേയേറെ ആളുകൾ ഇങ്ങനെ കുറേ എന്ന് പറഞ്ഞാൽ ഒരു പകുതി ആളുകൾ ചിലപ്പോൾ കൈവക്കി എന്നൊക്കെ ഇരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ചോദ്യോത്തരമല്ല, എന്നത് വേണം, നീ എന്തോ എടുക്കാൻ പോകുന്ന ആള് ഇതല്ലേ ചോദിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റേ ഹൃദയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ that you are so free to talk, no fear, nothing to fear, nothing to hide. ഹൃദയം തമ്മിൽ സംസാരിക്കുന്നത് 15 മിനിറ്റ് ഉള്ളത്. കൈകളെല്ലാം താഴും. കൂടിപ്പോയ 1-2 കൈകളെ 100 പേരിരിക്കുന്ന സദസ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ. That is really true. I cannot even say I'm having 15 minutes of heart to heart conversation ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. I'm still trying for that.
but we are together most of the time and we talk all the time. But I still do not call it that 15 minutes of heart-to-heart conversation. That is very much needed. നമ്മളറിയാം, നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ ഈ ഉറക്കത്തിന് പല ലെവൽസ് ഉണ്ടല്ലോ. Then you go to a point where you're deep into sleep, ഭയങ്കര ഡീപ്പ് ഉറക്കത്തിലേക്ക് പോകും. ആ ഡീപ്പ് സ്റ്റേജിലേക്ക് ഉറങ്ങി കുറെ നേരം നമ്മൾ കിടക്കുന്നില്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് എഴുന്നേക്കാനായിട്ട് കഴിയത്തില്ല. So this is same thing. It's actually ഈ കോൺവെർസേഷൻ. നമുക്ക് ഒത്തിരി കോൺവെർസേഷൻ, പിള്ളേരെ ആരാ പിക്ക് ചെയ്യുന്നത്, ലഞ്ചിന് എന്തുവാണ്, അല്ലെങ്കിൽ നാളെ എപ്പോഴാണ് മീറ്റിംഗ്, വാട്ട് ഇസ് ദ പോയിന്റ്, ചോദ്യോത്തരങ്ങൾ ഒത്തിരി ഉണ്ട്. ബട്ട് ഡീപ്പ് ഹാർട്ട് ടു ഹാർട്ട് ലെവൽ കോൺവെർസേഷൻസ് നമുക്ക് കുറവാണ്. So it's a commitment to conversation, okay? Commitment to unconditional love, commitment to selflessness. All right, next one is commitment to Christ. ഒരു കുടുംബത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ആ സമർപ്പണമാണ്. രണ്ടുപേരും കമ്മിറ്റഡ് ആയിരിക്കണം. നമ്മളൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുണ്ട്. അതിന്റെ ലെറ്റ്സ് സീ ദി ആപെക്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഗാഡ്. ഓക്കെ, നമ്മൾ ദൈവത്തോട് ഇങ്ങനെ അടുക്കും തോറും നമ്മൾ തമ്മിൽ അടുക്കുക. But when you're away from God, you're also away from each other. See, the more you're committed to Christ, it brings you together. അത് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് ഇടയാക്കി തീർക്കും. So, commitment to Christ. കാര്യം നമ്മുടെ ഈ whole Christian marriage is built on a relationship with Christ. It's actually built on gospel. അത് ശരിക്കും പറഞ്ഞാൽ സുവിശേഷത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ വിവാഹം എന്ന് പറയുന്ന പോലും. Okay, so our marriage is a display of the covenant relationship between Christ and the church. So സഭയും യേശുക്രിസ്തുവുമായിട്ടുള്ള ആ ഉടമ്പടി ബന്ധത്തിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ശരിക്കും പറഞ്ഞാൽ മാരേജ് എന്ന് നമ്മൾ പറയുന്നത്. സോ നമ്മൾ forgive ചെയ്യുന്നത് because you have been forgiven by the Lord. You love your partner because you are loved by the Lord. So കർത്താവിനോടുള്ള നമ്മുടെ ആ കമ്മിറ്റ്മെന്റ് അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. So committed to Christ. Then commitment to each other. രണ്ടാളുകളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഫൈനലി എല്ലാം പോയെന്ന് പറഞ്ഞാലും it's the commitment to each other that really lasts. നമ്മൾ ചിന്തിച്ചു നോക്കിക്കോ, ഏദൻ തോട്ടത്തിലെ സ്റ്റോറി, ആദമൻ ഹവ്വ, രണ്ടാളുകൾ. അവരുടെ മൂത്ത മകൻ ഇളയവനെ ഇടിച്ചു കൊല്ലുക, ആ കൈകൊണ്ട് അവർക്ക് ഈ മകനെ കുഴിച്ചിടേണ്ടി വന്നു. തോട്ടത്തിൽ നിന്ന് ദൈവം അവരെ വെളിയിലാക്കി, തേജസ് നഷ്ടപ്പെട്ടു, ശാപം വീട്ടിലേക്ക് കയറി വന്നു. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. എവറിഥിങ് ഇസ് ലോസ്റ്റ്. ദ ഫസ്റ്റ് മാൻ. ഓക്കെ, നഷ്ടപ്പെടാനാണെങ്കിൽ എല്ലാവർക്കും നഷ്ടപ്പെട്ട ആളുകളാണ്. ബട്ട് വാട്ട് ഹെൽഡ് ദം ടുഗദർ, അവരെ ഒന്നിച്ച് നിർത്തിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. It is a really commitment. The story of Hosea and Gomer, ആ സ്റ്റോറി നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ എന്തെല്ലാം ചെയ്തിട്ട് ഓടിപ്പോയെങ്കിലും you see a man going after the woman. അവളുടെ പുറകെ പോയിച്ച് ദൈവം അതിന്റെ പുറകിലുണ്ടെങ്കിലും അവിടെ തിരിച്ചു കൊണ്ടുവരിക. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ടു ദ മാരേജ്. വേശ്യ സ്ത്രീയായി പോയി, അതിൽ മക്കളും ഉണ്ടായി, അവളെ തിരിച്ചു കൊണ്ടുവരുന്ന ആ ചിന്ത ശ്രദ്ധിച്ചു. ദാറ്റ് ഈസ് റിയലി കമ്മിറ്റ്മെന്റ്. Look at Joseph and Mary. Okay, മറിയയും ജോസഫിന്റെ കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. They were not married. അവർ രണ്ടുപേരും എൻഗേജ് കഴിഞ്ഞതേ ഉള്ളായിരുന്നു. They were engaged, but they were not married. Okay, now she gets pregnant, and then she tells Joseph, "I'm pregnant," and it's because of God. It's God. It's the Holy Spirit coming upon me, and I'm conceiving in me a divine personality, divine person. എൻ്റെ ഉദരത്തിൽ ജനിച്ചിരിക്കുന്നത് വിശുദ്ധ പ്രജയാണ്. Just think about how Joseph will feel about it. So Joseph ഈ വിഷയത്തോടെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിക്കേ. യോസഫിന്റെ അകത്ത് വളരെ പ്രയാസങ്ങൾ ശ്വാസത്തിൽ ഉണ്ടാകും, ഇല്ലേ? സമൂഹത്തിലെ പ്രശ്നങ്ങള്, his would-be wife is pregnant. So എന്തെല്ലാം കാര്യങ്ങള് സമൂഹത്തിലെ ആളുകൾ പറയാൻ പോകുന്നത്. So it's a commitment to each other. So ജോസഫിനെയും മേരിയെയും മറിയം ജോസഫിനെയും വാസ്തവത്തിൽ ആ പ്രതിസന്ധികളുടെ മുമ്പിൽ പിടിച്ചു നിർത്തിയ ഒരു കാര്യം, it's the commitment to one another. I'm just saying these are some examples that I'm using. So it's a foundational commitment എന്ന് പറഞ്ഞാൽ commitment to one another.
Then the seventh one and the last thing is actually commitment to sharing with others. മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കിടുവാൻ നമ്മുടെ വിഷയങ്ങൾ, നമ്മുടെ നന്മകൾ, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം മറ്റേ ആളുമായിട്ട് പങ്കിടുവാനുള്ള ഒരു കമ്മിറ്റ്മെന്റ്. So just look at those things that I said: selflessness, unconditional love, communication, Christ, each other, servanthood. Okay, commitment is servanthood. Okay, ഇതിനകത്ത് സത്യം പറഞ്ഞ ഒരു വിവാഹത്തിൽ നടക്കുന്നത് ശരിക്കും പറഞ്ഞ രണ്ട് സെർവൻസ് ഒരുമിച്ച് താമസിക്കുക. ഓക്കെ, two servants. അതിനകത്ത് ഒരാള് ഹെഡ് സെർവന്റ്. അതാണ് ഈ ഹെഡ്ഷിപ്പ് എന്ന് പറയുന്നത്. ഹെഡ്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആളുകൾ വിചാരിക്കുന്ന പോലെ ബോസ് അല്ല. That's exactly what somebody think. It's chief. I would call him chief servant. Okay, പ്രധാന വേലക്കാരൻ എന്നാണ്, ദാസൻ എന്ന് വേണേൽ പറയാൻ. രണ്ട് ദാസ്യവേല ചെയ്യുന്ന രണ്ടുപേരും ഒരുമിച്ച് കൂടിയ രണ്ട് സെർവൻസ് ഒരുമിച്ച് കൂടിയ. That is exactly the picture of a marriage. And then sharing with others. So നിങ്ങൾ ഇതിന്റെ ഈ ഫസ്റ്റ് ലെറ്റേഴ്സ് എടുക്കാമെങ്കിൽ you can form an acronym. അതിങ്ങനെ ആയിരിക്കും പോകുന്നത്. Yes, success, SUCCESS, easy to remember. Selflessness, unconditional love, communication, Christ, each other, servanthood, and sharing with other people. All right. So that is a foundational commitment that we really need with each other. Next topic that I want to talk about is a concept called love bank, Sneha bank. അതിന്റെ സിമ്പിൾ ടേംസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് അർത്ഥം, നമ്മുടെ എല്ലാവരുടെയും അകത്ത് ഒരു ബാങ്ക് ഉണ്ട്. ബാങ്ക് എന്ന് പറയുമ്പോൾ പീപ്പിൾ ഹാവ് അക്കൗണ്ട്സ് അല്ലേ. അപ്പം എനിക്ക് പരിചയമുള്ള ഒത്തിരി ആളുകൾ ഇവിടെ ഉണ്ട്. ലെറ്റ്സ് സേ I'm just using brother Sini. Sini is a friend. I've known him for so many years, so many decades. I've known him. I known him even as he was a student in Cochin University, masters in the പഠിക്കുന്ന സമയത്തോട്ട് എനിക്ക് Sini അറിയാം. And we have good relationship. Every time that I see him, ഒന്നുകിൽ അത് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോഴത്തേക്കിനും ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. സിനിയെ കണ്ട ദിവസം എൻ്റെ ഉള്ളിൽ സിനി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, let's say I visit his house. ഞാൻ വീട്ടിൽ ചെന്നു, പിന്നെ സിനിയെ വിളിച്ച് സിന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിന് സിനി കാര്യമായിട്ട് എന്നോട് ഇടപെട്ടില്ല. ചെറിയ വലിയ അഹങ്കാരമൊക്കെ കാണിച്ചു, സ്റ്റൈലൊക്കെ കാണിച്ചു. ഞാൻ ആ പാടെ ഒരു വെല്ലാഴിയായി ഞാൻ ആ വീട്ടിൽ നിന്ന് പോന്നു. അപ്പൊ പോകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സിനിയുടെ അക്കൗണ്ടിൽ ഞാൻ ഡിപ്പോസിറ്റ് ഇടുന്നതിന് പകരം സിനിയുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു വിഡ്രോവൽ ചെയ്തേച്ചാൽ ഞാൻ പോരുന്നത്. ശരിയായില്ലത്. He didn't treat me right. അപ്പൊ ഞാൻ ആ അക്കൗണ്ടിൽ നിന്ന് കുറെ പോയിന്റ്സ് പിൻവലിച്ചാ പോരുന്നത്. So this is exactly what happens in a bank. You go to bank, either make a deposit or you go to bank to make a withdrawal. അപ്പം അല്ലെങ്കിൽ ഞാനൊരു വീട്ടിൽ ചെന്നു, so nice, they took really good care of me, എനിക്ക് നല്ല ആഹാരമൊക്കെ തന്നു, വളരെ സന്തോഷിച്ചു വന്നപ്പോ എനിക്കുള്ള ഹൃദയം നല്ലതായിട്ട് നിറഞ്ഞു, സന്തോഷിച്ച് I felt really good. അപ്പൊ ഞാൻ ആ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ലവ് യൂണിറ്റ്സ് ഇടും. ഓക്കെ, ലെറ്റ്സ് സേ 1 2 3 എന്നുള്ള നമ്പർ എടുത്താൽ പോലും ഇത് ചോദിക്കുമോ, നമ്മളൊരു ഇന്ററാക്ഷൻ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കിന് നമ്മൾ പറയും ഓക്കെ, വാസ് ഗുഡ്. നെഗറ്റീവ് അല്ലായിരുന്നു, ഇറ്റ് വാസ് ഗുഡ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു യൂണിറ്റ് ഇടും. ഇറ്റ് വാസ് ഗുഡ്, ഇറ്റ് വാസ് നൈസ് എന്ന് തോന്നിയാൽ നിങ്ങൾ ഇപ്പം 2 പോയിന്റ് ഇടും. ഇറ്റ് വാസ് വെരി ഗുഡ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഒരു 3 പോയിന്റ് ഇടും. നിങ്ങൾക്ക് അത് വേണം 10 20 30 ഇടാം. എന്ത് whatever it may be, the number that you take is a different thing. But listen, so ഇത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ആരില്ല. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തുമാത്രം അക്കൗണ്ട്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. So many accounts. Now I'm narrowing it down to marriage. So കുടുംബജീവിതത്തിലേക്ക് ഞാനത് കൊണ്ടുവരിക. കുടുംബജീവിതത്തിൽ ബേസിക്കലി ഹസ്ബൻഡിന് എന്റെ ഹൃദയത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു അക്കൗണ്ട് ഉണ്ട്, എൻ്റെ ഭാര്യയുടെ ഹൃദയത്തിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ഹൃദയത്തിൽ എനിക്ക് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അവിടുന്ന് സ്ഥിരമായിട്ട് പുള്ളിക്കാരത്തി ഒന്നിൽ ഡിപ്പോസിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് വലിച്ചോണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കുടുംബജീവിതത്തിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വഴക്കുണ്ടാവുമല്ലോ. ഇങ്ങനെ വഴക്ക് സാധാരണ ഉണ്ടാവുമല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങളുടെ സിവിയറിറ്റി എന്ന് പറയുന്നത് ഈ ബാലൻസുമായിട്ട് ഭയങ്കര പ്രൊപ്പോർഷണലാണ്. നിങ്ങളുടെ ഈ ലവ് ബാങ്കിനകത്ത് എത്ര ബാക്കിയുണ്ടെന്നുള്ളൊരു വലിയൊരു വിഷയമാണ്. ഓക്കെ, ചിലരുടെയൊക്കെ ലവ് ബാങ്കിനകത്ത് ഒന്നുമില്ല,
സീറോയാ. ചിലർ ലവ് ബാങ്ക് നെഗറ്റീവിലാ, റെഡിലെന്ന് പറയും നമ്മൾ, ഇറ്റ്സ് ഇൻ റെഡ് എന്ന് പറയും. സോ ദർസ് നത്തിങ് ദേർ, അതിനകത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥിതിക്ക് എന്ത് വിഷയത്തിനും വഴക്കാം. ഇപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കുക, ചിലർക്ക് എന്ത് അങ്ങോട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാലും എല്ലാം വഴക്കാം. ശരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ ലവ് ബാങ്ക് എം ടി ആയിരിക്കും, ആരുടെയും ഒരാളുടെയിലും, ചിലപ്പോൾ രണ്ടുപേരുടെ എം ടി ആയിരിക്കും. കാര്യം എല്ലാവരും എപ്പോഴും വിഡ്രോവൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ വിഡ്രോ ചെയ്ത് ഇതിനകത്തൊന്നും ഒന്നുമില്ല, ഇത് മൈനസിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ കിടക്കുന്ന സമയത്ത് വഴക്കിന് ഉണ്ടാകാൻ ഭയങ്കര ഒരു വോളറ്റൈൽ സിറ്റുവേഷനാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ എല്ലാ ഇന്ററാക്ഷൻസും നമ്മൾ ട്രാക്ക് ചെയ്യുന്നു. നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ട്രാക്ക് ചെയ്ത് വെച്ച് അത് തന്നെ എന്ത് ചെയ്യും, ഒന്നുകിൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ വിഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ കോൺസെപ്റ്റ് പഠിച്ച് ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. അപ്പം ചിലപ്പം ഞാൻ ഷൈജോട് പറയും എന്തെങ്കിലും ഉണ്ടാക്കണം, വെരി ഗുഡ് 2 points എന്ന് പറയും. പുള്ളിക്കാരത്തേക്ക് സന്തോഷമാണ്. എന്നിട്ട് നമ്മളൊന്നും അറിയത്തില്ല, കുറച്ച് ചില സമയത്ത് ഞാൻ എന്തേലും പറഞ്ഞു പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ, അല്ലെങ്കിൽ കമന്റ് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ റോങ് ആയിട്ട് പോയി കമന്റ് കൊണ്ടെന്ന് വെച്ചു. അപ്പൊ എന്നോട് പറയും -50. അപ്പൊ നിങ്ങൾക്കറിയാമോ, ഈ 50 പോയിന്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എത്ര നാൾ കഷ്ടപ്പെട്ട് ഈ 50 പോയിന്റ് പുള്ളിക്കാരത്തി എന്റെ അക്കൗണ്ടിൽ ഇട്ടത്. എന്നാലും വലിക്കാൻ 50 പോയിന്റ് വലിക്കാന്ന് പറഞ്ഞ ഒരു 6 മാസത്തെ സേവനം വെറുതെ പോയി. സോ ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാവ്. സോ എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻകറേജ് ഡിപ്പോസിറ്റ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പോയിന്റ്സ് ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല കാര്യം നിങ്ങളെക്കുള്ള ചിന്തകൾ, നല്ല പോയിന്റ്സ് ഇടാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുകയും വിഡ്രോവൽസ് നടക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. സോ അവോയ്ഡ് വിഡ്രോവൽസ്, എൻകറേജ് ഡിപ്പോസിറ്റ്. സോ ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റാഫ്. ഞാൻ പറഞ്ഞു വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതിനകത്തൊക്കെ വേണമെങ്കിൽ ബിബ്ലിക്കൽ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക്, വാക്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. അത് നിങ്ങൾ ചിന്തിച്ചെടുത്തു. But I'm just telling you, I have to really zip through this thing because there are things that I want to cover. ഇതിന് പറയുന്നത് ലവ് ബസ്റ്റേഴ്സ് എന്നാണ്. ലവ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബാങ്കിനെ ബോംബ് ചെയ്യുന്ന കാര്യങ്ങളായത്. ഓക്കെ, സോ യു ഹാവ് ടു ബി കെയർഫുൾ. ഇതിനെ ഇത് പഠിക്കുന്ന ആളുകൾ ഒരു 6 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ വിഡ്രോവൽസ് ഉണ്ടാക്കുന്ന 6 കാറ്റഗറി സാധനങ്ങൾ, അതിന് ലവ് ബസ്റ്റേഴ്സ് എന്നാണ് ടെക്നിക്കലായിട്ട് വിളിക്കുന്നത്. അതിൽ ഞാനത് പറയാം, നിങ്ങൾ ചിന്തിച്ചോ. ഒന്ന്, സെൽഫിഷ് ഡിമാൻഡ്സ്. ദാറ്റ്സ് വൺ ഓഫ് ദ കാറ്റഗറിയാണ് സെൽഫിഷ് ഡിമാൻഡ്സ്. നമ്മൾ ഭയങ്കര സെൽഫിഷ് പാർട്ടികൾ. ലെറ്റ്സ് സേ നിങ്ങളുടെ ഭാര്യ ജോലി കഴിഞ്ഞ് വെച്ച് വീട്ടിൽ വന്നു, പകൽ മുഴുവൻ ജോലി ചെയ്ത് ട്രെയിനോ ബസ്സോ പിടിച്ച് വീട്ടിൽ വന്നപ്പോൾ നിങ്ങളൊന്നും വീട്ടിലുണ്ട്, നിങ്ങൾക്ക് ജോലിയില്ലായിരുന്നു, വീട്ടിൽ വന്നിരുന്നു. അപ്പം ഭാര്യ വന്ന് കയറി അവിടെ ബാഗ് വെച്ചോണ്ട് ഇടിച്ച കാപ്പി ഇങ്ങോട്ടിടും, മേക്ക് സം കോഫി. അപ്പൊ ആ ഭാര്യയുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പോയി വണ്ടി കയറി അലഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങി കഷ്ടപ്പെട്ടു വന്നു, മേ ബി ഹി ക്യാൻ മേക്ക് എ കോഫി ആൻഡ് ഗിവ് ഇറ്റ് ടു മീ. അദ്ദേഹത്തിന് എനിക്ക് സഹോദരന്മാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ അത്യാവശ്യം കുക്കിങ്ങും അത്യാവശ്യം കാപ്പിയും ചായയൊക്കെ ഇടാൻ പഠിച്ചിരിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. കാര്യം ഒരു ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് അതൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. നമ്മൾ സെൽഫിഷ് ആയിട്ടൊരു കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. സീ ലുക്ക് ഹൗ ഷീ ഫീൽസ്, ഹൗ ഷീ ടയർഡ്, അപ്പം പുള്ളിക്കാരത്തി അവിടെ ഉറങ്ങാൻ അങ്ങോട്ട് കിടക്കുന്ന സമയത്തായിരിക്കും ഉടനെ നിങ്ങൾ പോയി ഇച്ചിരി ഏത്തക്കയാന്ന് പൊരിക്കുക. അപ്പൊ ഈ പകലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചും ഉണ്ടാക്കി പാത്രവും കഴുകി വെച്ച് നടുനൂർക്കാനായിട്ട് കിടക്കുന്ന സമയത്താണ് ഈ പുള്ളി പുള്ളിക്ക് പഴംപൊരി ഇപ്പൊ വേണം. സോ ഐ ആം ജസ്റ്റ് സെയിങ് ദീസ് ആർ ഓൾ സെൽഫിഷ്. You can be other way too. Wife can be same thing, very demanding. So selfish demands, അത് നെഗറ്റീവ്, ഇത് വിഡ്രോവൽസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, ഡിസ്റെസ്പെക്ട്ഫുൾ ജഡ്ജ്മെന്റ്സ്. ഡിസ്റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ബഹുമാനമില്ലാതെ പറയുന്ന പല കമന്റുകളും. ഓക്കെ, നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇതിനൊന്നും കൊള്ളുകയല്ല. ജസ്റ്റ് സെയിങ്, ചിലപ്പം പിള്ളേർ കേട്ടോണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നാട്ടുകാർ കേട്ടോണ്ടിരിക്കുകയായിരിക്കും. I don't think you can do that. I don't think you are made for that. Call somebody who can do that for you. So these are all, അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ച് പറയും, നിന്നെ കൊണ്ട് എന്തതിന് കൊള്ളാം, നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, ഡു സംതിങ്. See, these are all things that you say. ഇത് ഹ്യൂജ് വിഡ്രോവൽസ് മറ്റേ പാർട്ടി ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
Then next one is angry outbursts. എന്ന് പറഞ്ഞാൽ കോപിച്ച് നമ്മൾ ചെയ്യുന്ന ഒത്തിരി പ്രകടനങ്ങളുണ്ട്. ഗ്ലാസ് എറിയുക, റിമോട്ട് എറിയുക, ഫോൺ എറിയുക എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ എറിയും അല്ലേ? കഥക് വലിച്ചടയ്ക്കുക, കാറിന്റെ ഡോർ അടച്ചു, അയ്യോ കാറുകൾക്കൊക്കെ അടച്ചു പോകുന്ന ദേഷ്യമാണ്. ഇതെല്ലാം ഭയങ്കര ദേഷ്യം. ഇതൊക്കെ ചെയ്യും തോറും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ the other person is making a huge withdrawal from the account. So avoid those things. Next one is dishonesty. Okay, so dishonest ആയിട്ടുള്ള ആളുകൾ, സത്യസന്ധത ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം. ചിലരെ പറ്റി കേട്ടിട്ടുണ്ട്. അവർ പറയാ, എന്റെ പാസ്റ്ററെ ഈ പുള്ളിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുക, അത് വരുന്ന ഉടനെ ഡിലീറ്റ് ചെയ്യും. ഞാൻ ചോദിക്കാൻ വെച്ചാൽ ആരുടെയാ വന്നത്? അത് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞാൽ രണ്ടാഴ്ച. അപ്പം പാസ്വേഡ് കൊടുക്കത്തില്ല, പാസ്വേഡ് അറിയത്തില്ല. എല്ലായിടത്തും പോകുമ്പോൾ ഈ ഫോണും കൈവച്ചാണ്ട് പോകത്തുള്ളൂ. ബാത്റൂമിൽ പോകുമ്പോൾ ഇതുകൊണ്ട് അവിടെ വെച്ചേച്ച പുള്ളി കുളിക്കത്തുള്ളൂ. ഐ മീൻ ദിസ് ഇസ് എ വെരി വാട്ട് ഹാപ്പൻസ് എവറി ടൈം. ഇത് സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പണത്തിന്റെ കാര്യത്തില്, പണം ഉപയോഗിക്കുന്ന കാര്യത്തില്, ദിസ് ലോട്ട് ഓഫ് ഒരു എന്തൊക്കെയോ ഒരു വ്യക്തതയില്ലാത്ത ഒരു ജീവിതം. സോ ഡിസോണസ്റ്റി makes the other person make huge. Another category എന്ന് പറയുന്നത് annoying habits. അരോചകമായിട്ടുള്ള ചില പ്രവൃത്തികൾ, നമ്മുടെ ചില ജീവിത രീതികൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലപ്പോൾ ഒരു ഭാര്യ പോയി ബാത്റൂം എല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ടൗലും ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കിട്ടോ, നിങ്ങൾ അവിടെ ഷേവിങ്ങിന് പോവുക. നിങ്ങളവിടെ ഷേവിങ്ങിന് പോയി ഷേവ് ചെയ്ത് വെള്ളം മുഴുവൻ കണ്ണാടി അവിടെയെല്ലാം തെറിപ്പിച്ച് സോപ്പും രോമോ എല്ലാം കൂടെ ഒരു സൈഡിലും അവിടെയെല്ലാം ഇട്ട് പുള്ളിക്കാരത്തി ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാം. പുള്ളിക്കാരി നോക്കി ചോദിച്ചു, ഞാൻ 2 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്ത പണിയാണ്. വാട്ട് ഹി ഹാസ് ഡൺ. അപ്പൊ ദിസ് ഇസ് കിടന്നേച്ച് പോകുന്നതൊന്ന് എഴുന്നേറ്റ് അതൊന്ന് വൃത്തിയാക്കിയിടുവോ, അല്ലെങ്കിൽ വസ്ത്രങ്ങളെടുത്ത് കഥയെ തൂക്കിയിടുക, വസ്ത്രങ്ങളെടുത്ത് താഴെ എഴുതുക, നിലത്തെറിയുക, അതതിന്റെ സ്ഥലത്ത് കൊണ്ട് ഇടാതിരിക്കുക. This is too much work for the other person. So അങ്ങനെ സംഭവിക്കുമെങ്കിൽ these are the things that really makes withdrawal. The next one is independent behavior. Independent behavior എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും ചോദിക്കത്തില്ല. എനിക്കിപ്പോ അമേരിക്കയിലുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഒത്തിരി അറിയാമെങ്കിലും 1-2 കാര്യം പറയാം. ഒരിക്കലും ഒരു മനുഷ്യൻ പോയി ഒരു വണ്ടി മേടിച്ചുകൊണ്ട് വീട്ടിലിട്ടു. ഭാര്യ വന്ന് നോക്കും, ഒരു വണ്ടി ചോദിച്ചു, ഇതെവിടുന്നാ വണ്ടി? ഞാൻ മേടിച്ചാ. അപ്പം ഇൻഡിപെൻഡന്റ് ബിഹേവിയർ എന്ന് പറയുന്നത്, ഇയാൾ വണ്ടി പഠിച്ചോണ്ട് വന്നു. വൈഫ് ചോദിച്ചപ്പോ എവിടുന്നാ? അത് ഞാൻ പഠിച്ചാ, അത് എന്നോട് പറഞ്ഞില്ലല്ലോ. പറയണമെന്ന് തോന്നിയില്ല. ഇത് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോ തന്നെ ഈ മനുഷ്യൻ പോയി വെച്ച് ഈ വണ്ടി ട്രേഡ് ചെയ്ത് വേറൊരു വണ്ടി കൊണ്ടുവന്നു. മറ്റേ വണ്ടി എന്ത് ചെയ്യും? അത് ഞാൻ ട്രേഡ് ചെയ്ത് എന്തിനാ ട്രേഡ് ചെയ്ത്? അത് മൈലേജ് ശരിയാന്ന് തോന്നില്ല, അത് വേറെ മേടിച്ചപ്പോഴും ചോദിക്കുന്നില്ല, ട്രേഡ് ചെയ്യപ്പോഴും ചോദിക്കുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ, ഇവർ രണ്ടുപേരും ജോലി ചെയ്യുന്ന, ഇയാളെക്കാൾ കൂടുതൽ പൈസ ഇവരുണ്ടാക്കുന്ന. ബട്ട് ദർ ഇസ് നോ കൺസൾട്ടേഷൻ ആൻഡ് ഷീ റിയലി ഫീൽ ദിസ് ഇസ് ഇൻഡിപെൻഡന്റ് ബിഹേവിയർ. ഹി ഡസന്റ് കെയർ. ഇങ്ങനെയൊക്കെയുള്ള ഇൻഡിപെൻഡന്റ് ബിഹേവിയർ ഒക്കെ ആയിട്ട് ഫാമിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ യു ഹാവ് സീരിയസ് പ്രോബ്ലം. So I'm just saying that these are things that makes the other person take huge withdrawals from their account. So be very careful. Selfish demands, disrespectful judgments, angry outbursts, dishonesty, annoying habits, independent behavior. Okay, that's about love bank. Now, I wanted to, next thing, we need understanding and appreciate our differences. We are different. Men and women, they are different. So, നമ്മളൊരു മാരേജിലേക്ക് പോകുമ്പോൾ you should go with some understanding. നാം പറഞ്ഞല്ലോ, planning is the key. But knowledge is required for planning. Okay, ശ്രദ്ധിച്ചോണം. പ്ലാനിങ്ങിൽ ഇപ്പൊ ഗോപുരം പണിയാൻ ഒരാൾ തീരുമാനിച്ചാൽ കർത്താവ് പറഞ്ഞു, ആദ്യം തീർപ്പാൻ ഭാഗ്യമുണ്ടോ നീ നോക്കണം. So that's where planning comes. But that comes from knowledge. Knowledge actually helps you to plan. So ഇവിടെ നമ്മൾ ഈ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഈ വ്യത്യാസത്തെ കുറിച്ച് ഒന്ന് പറയേണ്ടത് എനിക്ക് ആവശ്യമായിട്ട് തോന്നി. കാര്യം ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ എൻ്റെ ടോക്ക് is more on practical things. All right. I'm just going to read them for you very easily so that just pay attention. എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമൊന്നുമില്ല. നമ്മൾ ഈ ഒത്തിരി ഡിഫറൻസസുമായിട്ടാണ് നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് വരുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങളൊരു ജീവിതയാത്ര തുടങ്ങുമ്പോൾ you're starting with so much of differences. You should understand. Okay. Gender difference,
മെയിൽ ഫീമെയിൽ ആ ജെൻഡർ ഡിഫറൻസിനകത്ത് തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഓക്കെ, തിങ്ക് അബൌട്ട് ദിസ്. ഇനി മറ്റു ഡിഫറൻസ് അറിയും. ഡിഫറെന്റ് ജീൻസ്, നമ്മുടെ ജനിതക കോഡുകൾ രണ്ടിലും വ്യത്യാസമാണ്. നമ്മുടെ ജീൻസ് ആർ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ്, നമ്മുടെ പശ്ചാത്തലങ്ങൾ വ്യത്യാസമാണ്. ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്സ്, നമുക്കറിയാം പേഴ്സണാലിറ്റി ടൈപ്സിൽ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ട്. സോ മേ ബി യു ആർ എ വെരി എക്സ്ട്രോവേർട്ട് പേഴ്സൺ, മറ്റേ പുള്ളിക്കാർ വളരെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിരിക്കാം. സോ ദർ കുഡ് ബി ഓൾ ഡിഫറെന്റ്. സോ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ടൈപ്സ്, ഡിഫറെന്റ് വേസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, നമ്മുടെ സംസാര രീതിയും ആശയവിനിമയം ചെയ്യുന്ന രീതിയും വ്യത്യാസമായിരിക്കാം. നിങ്ങൾ ഭയങ്കര ടോക്കർ ആയിരിക്കാം, മറ്റേ പുള്ളി അത്രയും ടോക്കർ ആയിരിക്കത്തില്ല. ഡിഫറെന്റ് വേസ് ഓഫ് തിങ്കിങ്, നമ്മുടെ ചിന്താഗതികൾ വ്യത്യാസമായിരിക്കും, ചിന്തിക്കുന്ന പ്രോസസ്സ് വ്യത്യാസം. നമ്മുടെ സ്ട്രെങ്ത്തുകൾ ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് സ്ട്രെങ്ത്, ഡിഫറെന്റ് വീക്ക്നെസ്സസ്, നമ്മുടെ ബലഹീനതകൾ വ്യത്യാസമുള്ളതായിരിക്കാം. ഡിഫറെന്റ് ഇമോഷൻസ്, നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള വികാരങ്ങളുള്ള ആളുകളായിരിക്കാം. ഡിഫറെന്റ് വാല്യൂസ്, നമ്മൾ ഓരോരുത്തരും മൂല്യം കൽപ്പിക്കുന്ന ഓരോന്നിനും വ്യത്യാസമായിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഫാമിലിയൊക്കെ ഉണ്ട്. ഡിഫറെന്റ് സ്റ്റൈൽസ്, നമ്മുടെ സ്റ്റൈലിന് വ്യത്യാസമുണ്ട്. ഡിഫറെന്റ് എക്സ്പീരിയൻസസ്, നിങ്ങൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ പല അനുഭവങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ വരുന്നത്. നിങ്ങളുടെ അനുഭവം അല്ലായിരിക്കും നിങ്ങളുടെ ഭാര്യയുടെ അനുഭവം. നിങ്ങളുടെ ഭാര്യ കൂടി വന്ന വീട്ടിൽ നിന്ന്, ഒരു അപ്പനില്ലാത്ത വീട്ടിൽ നിന്നായിരിക്കും അവൾ വന്നത്, അല്ലെങ്കിൽ ഒരു മദ്യപാനിയായ വീട്ടിൽ നിന്നായിരിക്കും വന്നത്. നിങ്ങൾ വന്നത് ഒരു അബ്യൂസീവ് കൺട്രോളിങ് പേരന്റിന്റെ മകനായിട്ടായിരിക്കും നിങ്ങൾ വന്നത്. സോ യു ആർ ബ്രിങ്ങിങ് ദിസ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ടു ദി ഫാമിലി. ഡിഫറെന്റ് കൺവിക്ഷൻസ്, ചിലതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യം നിങ്ങൾ വ്യത്യാസമായിരിക്കാം. ഡിഫറെന്റ് ഡിസയേഴ്സ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേറെ ആയിരിക്കാം. ഡിഫറെന്റ് എക്സ്പീരിയൻസസ്, ഡിഫറെന്റ് ഇൻട്രസ്റ്റ്, ഡിഫറെന്റ് ഇൻറ്റ്യൂഷൻ. നമുക്ക് ഡിഫറൻസ് ഇൻ ഇൻറ്റ്യൂഷൻ, ഇതേപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഈ അവബോധം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓക്കെ, ഇത് സയന്റിഫിക്കലി പ്രൂവൺ ചെയ്ത കാര്യമാണ്. ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്കാർ അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഈ subliminal messages, women catch subliminal messages faster and accurate than men. So പുരുഷന്മാരെ കാട്ടിലുള്ള സ്ത്രീകളാണ്, അവർക്കാണ് ഈ അവബോധം ഷാർപ്പായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേ പുരുഷൻ മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഞ്ചിനീയറിങ്ങും മാത്തും സയൻസും സബ്ജക്ട് മാറ്ററൊക്കെ പുള്ളിക്ക് അറിയാതിരിക്കാം. എന്നാൽ ചില വിഷയങ്ങളുണ്ട്, നമ്മൾ പറയാത് ഈ പഞ്ചേന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കുന്നതല്ല, സിക്സ്ത് സെൻസ് ആണ്. ആ സിക്സ്ത് സെൻസ് ഷാർപ്പായിട്ടുള്ളത് സ്ത്രീകൾക്കാണെന്ന് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ ഫാസ്റ്ററും ആക്യുറേറ്റുമാണ്. പുരുഷന്മാർക്ക് ഇല്ലെന്നല്ല അർത്ഥം, ബട്ട് ചെറിയൊരു ഡിലേ ഉണ്ട് ആ വിഷയത്തിൽ. സോ വി ആർ ഡിഫറെന്റ് ഇൻ ദാറ്റ്. പിന്നെ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയോ, ഈ ഒരു ചില പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഡോക്ടർ ജോൺ ഗ്രേ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുതിയൊരു പുസ്തകമുണ്ട്. അദ്ദേഹം പറഞ്ഞു, മെൻ ആർ ഫ്രം മാർസ്, വിമൻ ആർ ഫ്രം വീനസ്. നമ്മൾ 2 ഗ്രഹങ്ങളിൽ നിന്നുള്ള ആളുകളെന്നാണ് അദ്ദേഹം പറഞ്ഞു. because he talks about all the differences that we have. Why is this important? Because this is important because പല പ്രായോഗിക വിഷയങ്ങൾക്കും ഈ അറിവ് നമുക്ക് വളരെ നന്നായിരിക്കും. Let me start with an example. Let's say നിങ്ങളുടെ ജോലിയിൽ, സ്ത്രീയുടെ ജോലിയിൽ ഒരു വിഷയം ഉണ്ടായി. നിങ്ങളുടെ ബോസ് നിങ്ങളെ വിളിച്ച് എന്തോ നിങ്ങൾ ജോലി ചെയ്ത് തെറ്റുണ്ടായി, എറർ ഉണ്ടായി. അപ്പൊ കണ്ടവാൻ നിങ്ങളെ ശകാരിച്ചു. they corrected you, maybe gave you a warning. ഇനി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ you going to have serious problem. Maybe I'll ask you to take a depromotion എന്നൊക്കെ പറഞ്ഞ വാർണിംഗ് ഒക്കെ തന്നു വെച്ചു. നിങ്ങൾ അങ്ങനെ അപ്സെറ്റ് ആയി. അപ്പൊ നിങ്ങൾ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഫോൺ വിളിക്കാൻ ഒക്കുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഈ വരുന്ന വഴിക്ക് ഒത്തിരി പേരെ വിളിക്കും. ഭർത്താവിനെ വിളിക്കും, കൂട്ടുകാരിയെ വിളിക്കും, ചേട്ടത്തിയെ വിളിക്കും, അമ്മയെ വിളിക്കും. ഇവരെല്ലാം പറഞ്ഞു വർത്താനം പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ by the time you come home you talk to so many people. വീട്ടിൽ വന്നും പിന്നെ ഇതേക്കുറിച്ചൊക്കെ കുറേയേറെ സംസാരിക്കും. എന്നാൽ ഇതേ സെയിം സംഭവം ഒരു പുരുഷന് സംഭവിക്കുക, നിങ്ങളുടെ ഭർത്താവിന് സംഭവിക്കുകയാണെങ്കിൽ പുള്ളി വിളിക്കത്തില്ല. പുള്ളി വീട്ടിൽ വന്ന് ക്വയറ്റായിട്ട് വന്ന് ബാഗൊക്കെ വെച്ചേച്ച് അവിടെ മുറി പോയി ഇങ്ങനെ മുഖമൊക്കെ കഴുകി മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കും. കുറച്ചു നേരമായിട്ട് കാണുന്നത്. അപ്പൊ നിങ്ങൾ വിളിക്കും, അച്ഛാ എവിടാ, വേർ ആർ യു? I'm here. So is everything okay? I'm okay. കഴിഞ്ഞ ചെന്നപ്പോ പുള്ളി ഇങ്ങനെ കട്ടലയിൽ ഇങ്ങനെ കിടക്കുകയാണ്, തലയൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുക.
What happened? You sick? No, I'm okay. Then why are you not coming there? Oh, I'm just lying down. പിന്നെ കുറച്ച് പറഞ്ഞു, there's something wrong with you. സ്ത്രീ നമ്മൾ ഇവരുടെ സിക്സ്ത് സെൻസ് ഷാർപ്പായിട്ട് ചോദിക്കും, there is something wrong. എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, എന്തോ സംഭവിക്കുന്നേ? പറഞ്ഞു, ഓ I'm okay, no problem. പറയും, 10 വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ താമസിക്കുന്നത്, എനിക്കറിയാമല്ലോ എന്തോ പ്രശ്നമുണ്ടെന്ന്. why don't you talk about it? അപ്പം പുള്ളിക്കാരൻ ചിലപ്പം വേണമെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല, ദേഷ്യപ്പെട്ടു പറയും, can you just leave me alone for some time? So it hurts her. അത് പുള്ളിക്കാരത്തെ വേദനിക്കും. So she goes out, വിഷമിച്ചോണ്ട് ഇറങ്ങിപ്പോകും. What's the problem? പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ഒരേ വിഷയം രണ്ടാളുകൾ കൈകാര്യം ചെയ്യുന്നതിന്റെ ഡിഫറൻസ്. സോ പുരുഷനെ പറ്റി പറയുന്നത്, മാൻ ഗോസ് ഇൻ ടു എ കേവ്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മനുഷ്യൻ ആദ്യം പുരുഷൻ ചെയ്യുന്നത്, പുരുഷന് ഗുഹയ്ക്കകത്ത് കയറും, ഇമോഷണലി ഗുഹയ്ക്കകത്ത് കയറും. അവിടെ പോയി ഇങ്ങനെ ഇരിക്കും, പുള്ളി ഇങ്ങനെ ചിന്തിക്കും, എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും, എങ്ങനെ ഇതായി കാര്യം ചെയ്യാനൊക്കും, ഹാൻഡിൽ ചെയ്യാനൊക്കും, ഇങ്ങനെ അവിടെ പോകുന്ന പുള്ളി ധ്യാനിക്കുക. ദിസ് ഈസ് വെയർ ഇമോഷണൽ ഗുഹയ്ക്കകത്ത് അതായി ഇരിക്കുക. പക്ഷെ ഇത് മനസ്സിലാക്കാത്ത ഭാര്യ ചെയ്യുന്നൊരു കാര്യം എന്ന് ചോദിച്ചാൽ, ഭാര്യ ഈ പുള്ളിയെ പുകയ്ക്കും. എലി പൊത്തിനകത്ത് കയറി പോയുമ്പോൾ അതിന് എലിയെ പുറത്തിറക്കാൻ വേണ്ടി ഇത് പുകയ്ക്കുന്ന പോലെ ഇയാളെ പുകയ്ക്കാൻ നോക്കുക. ഈ പുകച്ചൊരു എലി പുറത്തു വരുന്ന സമയത്ത് ഭർത്താവിനെ പുകച്ച് ഇതിനകത്ത് നിന്ന് വെളിയിൽ വരുമ്പോൾ he gets very angry. So the best thing is just let him be there. You understand? He is processing it. Only thing I can do is support him and pray. അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഭർത്താവിന് പറയാൻ വെക്കുന്ന കാര്യം, I'm just processing something, എനിക്ക് ചെറിയൊരു ഇങ്ങനെ ചില കാര്യം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, I'll be okay, just give me some time. എന്നിട്ട് just say, be still and know that I'm your husband, I'll be back എന്ന് പറഞ്ഞേച്ച് ആ ഒരു ഐഡിയ കൊടുക്കുന്നതും രണ്ട് രീതിയിൽ നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്തെടുക്കും. ഭാര്യയ്ക്ക് ചിന്തിക്കാനൊക്കും this is how he process. എന്നാൽ ഭർത്താവിന് പറയാനൊക്കും she doesn't understand me, so I should tell her I need some time, everything is going to be okay. So ഒരാള് സംസാരിച്ച് ഇത് പ്രോസസ് ചെയ്യുന്നു, മറ്റേ ആള് സംസാരിക്കാതിരുന്ന് പ്രോസസ് ചെയ്യുന്നു. ഇത് സംസാരിക്കും തോറും ഇയാളുടെ മുറിവിനകത്ത് ഉപ്പിടുക. It's like you're opening the wound again. So he doesn't want that. But on the woman on the other side, the more she talks about it, കൂടുതൽ സംസാരിക്കും തോറും she feels better, she handles it better, she processes it faster. So I'm just saying this is the difference. നമുക്കിത് മനസ്സിലാക്കിയാൽ വളരെ പ്രയോജനമായിരിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെച്ചാൽ ഞാൻ അതിൽ നിന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാം. ഞാൻ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. അതായത് ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഇസ് കോൾഡ് കീപ്പിംഗ് ദ സ്കോർ. ഓരോരുത്തരും വിലയിടുന്നതിന്റെ കാര്യമായി പറഞ്ഞു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുള്ളി ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് നല്ല പൈസ മുടക്കി ഒരു നല്ല ഗിഫ്റ്റ് കൊടുക്കും. ഓക്കെ, ഷീ ലൈക്സ് ഇറ്റ്. അപ്പൊ ഞാൻ സാധാരണ ഈ നടക്കുന്ന സമയത്ത് ഈ സ്ത്രീകളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഇതനുസരിച്ച് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്ക് ഒരു 20 ലക്ഷം രൂപയുടെ ഒരു വണ്ടി മേടിച്ചെന്ന് വെച്ചോ, നല്ലൊരു വണ്ടി, I don't know what വണ്ടി you get in India at this time, 20 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി, ഓക്കെ, നല്ലൊരു വണ്ടി മേടിച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നു, ഭാര്യയ്ക്ക് ഓടിക്കാൻ വേണ്ടി ഒരു വണ്ടി വന്നു, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി, വെരി ഹാപ്പി, നിങ്ങളുടെ ബർത്ത്ഡേ ആനിവേഴ്സറിക്ക് വേണ്ടി മേടിച്ചാണോ. എന്നാൽ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങൾ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ദിവസം ഭയങ്കരമായ തലവേദനയും ഛർദിലും ഒക്കെ ആയിട്ട് നിങ്ങൾ വീട്ടിലിരിക്കുക. അപ്പം ഭർത്താവ് എന്നിട്ട് നിങ്ങളിങ്ങനെ ഭർത്താവ് ഉടനെ അടുക്കളയിൽ പോയി എന്തെങ്കിലും കുടിക്കാൻ എടുത്തുകൊണ്ട് കൊടുക്കുക, ചൂടുവെള്ളം എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അദ്ദേഹം പറയും, എനിക്ക് ജോലിക്ക് പോകണം. പോകുന്ന വഴിക്ക് 1-2 പ്രാവശ്യം, 1 മണിക്കൂറൊക്കെ ജോലിയിലെത്താൻ പോകുന്ന വഴിക്ക് അദ്ദേഹം 2-3 പ്രാവശ്യം വിളിച്ച് ചോദിച്ചു, എങ്ങനെയുണ്ട്, യു ഫീലിംഗ് ഓക്കെ, ഹൗ ആർ യു ഡൂയിങ്, just get some rest, എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും എടുത്ത് ഒന്ന് കഴിച്ചു നോക്കുക, ടേക്ക് റെസ്റ്റ്, എനിക്കിപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, 2 മണിക്കൂർ എടുക്കും, ഞാൻ അത് കഴിഞ്ഞ ശേഷം വിളിക്കാം, അല്ലെ നേരത്തെ വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് വിളിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ വിളിച്ചു ചോദിക്കുന്നു. പിന്നെ 1 മണിക്കൂർ നേരത്തെ അദ്ദേഹം ജോലിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് വിളിക്കുന്നു. ഒരു 10-15 കോള് വിളിച്ചു അന്ന്. അപ്പം ഈ സ്ത്രീയോട് പറയാം, ഞാൻ സ്ത്രീയോട് ചോദിക്കും, 2 മാസം മുമ്പ് നിങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ ഒരു വണ്ടി കിട്ടി, ഓക്കെ, എന്നാൽ ഇവിടെ ഇതാ ഒരു സുഖമില്ലാതെ കിടന്ന ദിവസം നിങ്ങൾക്കൊരു 15 കോള് നിങ്ങളുടെ ഭർത്താവ്, അതിനിപ്പോ എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല, മേ ബി 150 രൂപ എന്ന് വെച്ചോ, ജസ്റ്റ് 150 രൂപ എന്ന് വെച്ചോ, 150 രൂപ മാത്രം ചെലവുള്ള 15 കോളും 20 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറും
ഇത് രണ്ടിനൂടെ നിങ്ങൾ വിലയിടാൻ പറയും. 100-ൽ നിന്ന് വിലയിടാൻ പറയും. ഞാൻ ഇത്രയും കാലം കണ്ടതിൽ സ്ത്രീകളിൽ ഞാൻ കണ്ടൊരു കാര്യം, 20 ലക്ഷം രൂപ മുടക്കിയ കാറിന് ഇടുന്ന വിലയെക്കാട്ടിൽ കൂടുതൽ വിലയായിരിക്കും ഈ 15 ഈ ടെലിഫോൺ കോൾസിന് അവർ ചിലപ്പോൾ അതിന് 100 കൊടുത്തുന്നിരിക്കും, ഇതിന് 50 കൊടുത്തുന്നിരിക്കും. ഇതിനകത്ത് എത്ര കാശ് മുടക്കുന്നുള്ളൊരു വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യത്തിന്റെ സമയത്ത് ആ ഇന്റർവെല്ലിൽ തന്നെ പല സമയങ്ങളിൽ വിളിച്ചു എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ഹൗ men think in big terms, have to give big things, good one. അപ്പൊ അതൊന്നും കൊടുത്തേച്ച് അവർ 6 മാസത്തേക്ക് പിന്നെ ഒന്നും ചെയ്തിട്ട് കയ്യെ കെട്ടിയിരിക്കും. 6 മാസം മുമ്പല്ലേ ഞാൻ ഇങ്ങോട്ട് ഇത്രയും രൂപ മുടക്കി മേടിച്ചു കൊടുത്ത്, 1 കൊല്ലത്തേക്ക് കുഴപ്പമൊന്നും കാണത്തില്ല, എവറിത്തിങ് ഇസ് ഫൈൻ. ബട്ട് എ വുമൺ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ വലുത് കൊടുത്താലും അവർക്ക് സന്തോഷമാണ്. പക്ഷെ അവർക്ക് വേണ്ടത് ഓൺ എ സർട്ടൻ ഇന്റർവെൽ, ഓൺ എ റെഗുലർ ബേസിസ്. ദ കീ വേർഡ് എന്ന് പറയുന്നത് റെഗുലർ ബേസിസ്. ചില സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാനൊന്നും കാണത്തില്ല. ചില സമയത്ത് ഒരു കടലാസയിലോട്ട്, ഒരു സ്റ്റിക്കി പേപ്പറിലോട്ട് നിങ്ങൾ എഴുതി വെച്ച്, ഡെയ്സി ഐ ലവ് യു സോ മച്ച്, യു ആർ ദ ബെസ്റ്റ് ഗിഫ്റ്റ് ടു മീ. ഒരു കാർഡ് മേശപ്പുറത്തേച്ച് വെച്ച്, ഒരു മിററിലോട്ട് ഒരു സ്റ്റിക്കി നോട്ട് നിങ്ങൾ ഒട്ടിച്ചേച്ച് പോയോ, ഇത് വായിച്ചു, എൻ്റെ അച്ഛൻ എഴുതി വെച്ചു പോയതാ, യു ആർ ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് ഐ ഹാവ്. നിങ്ങൾക്ക് 20 ലക്ഷത്തിന്റെ ഒരു വണ്ടി കിട്ടുന്നതിനേക്കാൾ സുഖമാണ്. So this is how men and women process things differently. They value seeing things differently. They keep score differently. So these are all different things that you have to keep in mind. So I have to really skip some of these things, as I have to speak about something very important in the next few minutes that I have. So these are the things that you have simply read for you, explain ചെയ്യത്തില്ല. പുരുഷന്മാരെ പറ്റി പറഞ്ഞ, men are logical thinkers, women are emotional feelers. ശരിക്കും നോക്കൂ, പുരുഷന്മാർ ലോജിക്കലി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം they are emotional feelers. For a woman, language is spoken is an expression of what she is feeling. പിന്നെ സ്ത്രീ സംസാരിക്കുമ്പോൾ അവളുടെ ഭാഷ എന്ന് പറയുന്നത് അവൾ ഫീൽ ചെയ്യുന്നതാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. Okay? For a man, language spoken is an expression of what he is thinking. പുരുഷൻ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഈ വാക്കുകളിൽ കൂടെ പുറത്തു വരുന്നത്. ഒരാൾ ചിന്തിക്കുന്നത് വാക്കുകളിൽ പുറത്തു വരുന്നു, ഒരാൾ ഫീൽ ചെയ്യുന്നത് വാക്കുകളിൽ പറയുന്നുണ്ട്. See the difference. Language heard by a woman is an emotional experience. ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ്, അത് വൈകാരികമായ അനുഭവമാണ്. പക്ഷെ ലാംഗ്വേജ് ഹേർഡ് ബൈ എ മാൻ ഈസ് റിസീവിങ് ഇൻഫർമേഷൻ. അയാൾ പറയുന്നത് ഞാൻ കേട്ടു, അതിനകത്ത് ഇമോഷനെ പുള്ളി കൊണ്ടുവരത്തില്ല. പക്ഷെ സ്ത്രീ അത് കേൾക്കുമ്പോൾ ഇമോഷൻ ഈസ് പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അടുത്ത്, women tend to take everything personal. Men tend to take everything impersonal. So ശരിക്കും സ്ത്രീകൾ why you take it personal എന്നൊക്കെ പുരുഷന്മാർ ചോദിക്കത്തില്ല. It's because he does not take things personally. അതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുന്നത്, why do you take it so personally? എക്സാമ്പിൾ, ജോൺ എന്ന് പറയുന്ന ഒരാൾ തന്റെ ഭാര്യയോട് പറയുക, ഹണി, I don't like the way your hair looks today. I don't like the way your hair, ഇന്നത്തെ ആ മുടിക്കെട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അതിനകത്ത് ഇന്നത്തെ എന്ന പദം പുള്ളി ഉപയോഗിക്കുന്നുണ്ട്. I don't like your hair style looking today. ആ ടുഡേ എന്നുള്ള പദം ഇതിനകത്തുണ്ടെങ്കിൽ പോലും wife does not hear it. She hears, അവള് കേൾക്കുന്നത് എന്നറിയോ, I don't like your hair. അല്ലേലും നിങ്ങൾക്ക് എന്റെ തലമുടി ഞാൻ എങ്ങനെ കെട്ടിയാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ എന്ന് പറഞ്ഞ ഷീഫിൽ. പക്ഷെ അദ്ദേഹം ഇന്നത്തെ കാര്യമേ പറഞ്ഞുള്ളൂ. എന്നാൽ സ്ത്രീ ഭാര്യയോട് പറയാം, ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് പാന്റ് യു ആർ വെയറിംഗ്. നിങ്ങളുടെ ആ പാന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പുരുഷൻ എന്ത് ചെയ്യും? ഹി ഹിയർസ് ഇറ്റ് ആൻഡ് ഹി ഫൈൽസ് ഇറ്റ് അവേ. പുള്ളി ആ പുരുഷൻ അത് കേൾക്കുമെന്ന് വെച്ചത് ഫയൽ ചെയ്ത് വെക്കും. പിന്നെ അതിനെപ്പറ്റി പുള്ളി എന്തൊക്കെയൊന്നുമില്ല. സ്ത്രീയോട് പറയാണ്, അയ്യോ ആ സാരി ഒരു സുഖമില്ലല്ലോ. ഈ പോകുന്ന വഴിക്ക് മുഴുവൻ പുള്ളിക്കാലത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കും, സാരി ശരിയല്ലേ ഈ സാരി, കുഴപ്പമില്ല. പിന്നെ എന്നാ പിന്നെ ഞാൻ ഇത് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു, ഇത് ഉടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ പുരുഷനോട് പറയാം പാൻ്റെ ഉടുപ്പ് അഴുക്കാന്ന് പറഞ്ഞാൽ ആ പുള്ളി കേട്ടത് ഫയലിനകത്തിട്ട് അങ്ങ് വെക്കും. സോ ദിസ് ഈസ് ഹൗ മെൻ ആൻഡ് വിമൻ ദേ ആർ ഡിഫറെന്റ്. അടുത്ത, വിമൻ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡീറ്റെയിൽ. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് നെറ്റിഗ്രിറ്റി എന്ന് പറയും, നെറ്റിഗ്രിറ്റി. മെൻ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രിൻസിപ്പൽ ഓർ ദി അബ്സ്ട്രാക്ട് ഓർ ഫിലോസഫി. ഇപ്പൊ സ്ത്രീകൾ സംസാരിക്കുന്നത് ചോദിച്ചു, എന്താണ് വിശേഷം, സന്തോഷമായിരിക്കുന്നു, ആങ്ങളെ ഇപ്പൊ എവിടാ, ആങ്ങളയുടെ മോള് കല്യാണം കഴിപ്പിച്ചോ, ഓക്കെ, അമ്മച്ചി എന്നാ പറയുന്നു, ഓൾ ദോസ്. ഈ പുരുഷന്മാർ തമ്മിലുള്ള സംസാരം ചോദിച്ചു, എന്തോട്ട് വിശേഷമൊക്കെ,
സന്തോഷമായിരിക്കുന്നു. എവിടെ ഇപ്പം ജോലിയൊക്കെ? ഉടനെ ജോലിയിലോട്ട് പോയി, അല്ലെങ്കിൽ മോഡിയുടെ കാര്യം പറയും, ഇവിടാണ് ട്രംപിന്റെ കാര്യം പറയും, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ആ രീതിയിൽ പോവാ. ഡീറ്റെയിൽസ് ഒന്നുമില്ല, ജസ്റ്റ് അബ്സ്ട്രാക്ടിങ്. ഞാൻ ചിലപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പപ്പായെ വിളിച്ച് ഒരു 15 മിനിറ്റ് സംസാരിക്കും. ചോദിക്കുന്ന ഷൈജോ ചോദിക്കുന്നത് എന്നോട് ചോദിക്കും, അച്ഛാ പപ്പായെ വിളിച്ചു. എന്നിട്ട് പപ്പ എന്നാ പറഞ്ഞു? ഓ അപ്പ പറഞ്ഞു ഇതൊക്കെ. അപ്പൊ നിങ്ങൾ ഈ 15 മിനിറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ്സ് ഓക്കെ എന്നാണോ പറഞ്ഞു? ഇത്രയുള്ള പറഞ്ഞത് 15 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദിസ് ഇസ് ഓൾ ഐ വാണ്ടഡ് ടു സേ. കാര്യം ദർ ഇസ് നത്തിങ് ഗ്രേറ്റ്. അപ്പയോട് കുഴപ്പമൊന്നുമില്ല. സ്ത്രീയോട് ചോദിക്കാമെങ്കിൽ പറയും, ഓ അപ്പ പറഞ്ഞു അവിടെ ചെന്നുണ്ടായിരുന്നു, ഇന്ന് അവിടെ പോയി, ഇന്നയാൾ ഇന്ന വീട്ടിൽ വന്നിരുന്നു, ഇതൊക്കെ സംഭവിച്ചു, പിന്നെ ഇന്നടത്ത് ഇന്നയാൾ വന്നു. ഐ മീൻ ദിസ് ഇസ് ഓക്കെ. ഇത് രണ്ടാളുകളുടെയും ഡീറ്റെയിൽസിനകത്തുള്ള താല്പര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഓക്കെ, സ്ത്രീയെ സംബന്ധിച്ച് അവന്റെ വീടെന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഓഫ് എ പേഴ്സണാലിറ്റി. പുരുഷനെ സംബന്ധിച്ച് അവന്റെ ജോലി, അവന്റെ ഓക്യുപ്പേഷൻ ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. Okay, so all these things are very, very important. So let me just move on. Okay, ഈ പുരുഷന്മാരെ സംബന്ധിച്ച് they tend to forget things. Women, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്ന് പറയുന്നത്, അവര് they never forget things. പുരുഷൻ does not remember, but a woman on the other side, she never forgets things. So many things like that. So there's so much of difference. So let me just move on to something very important. പിന്നെ പറയുന്ന ഒരു രണ്ട് വ്യത്യാസത്തോടെ പറഞ്ഞു വെച്ചാൽ അടുത്ത ടോപ്പിക്കിലേക്ക് കയറാം. ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അറിയാം, പുരുഷന്മാരെ പറ്റി പറയുന്നത് ലൈക്ക് ദ റബ്ബർ ബാൻഡ്. നമ്മൾ റബ്ബർ ബാൻഡ് കയ്യിലെടുത്ത് വെച്ചിങ്ങനെ ഇരിക്കുക, നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റബ്ബർ ബാൻഡിന്റെ ആഗ്രഹം എന്താണെന്നറിയോ? എനിക്ക് തിരിച്ച ഡീഫോൾട്ട് മോഡിലേക്ക് പോകണം, തിരിച്ചു പോകണം. പിന്നെയും വലിക്കും, പിന്നെയും പോകും. പുരുഷന്മാർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരാഴ്ച 2 ആഴ്ച അവർ വളരെ അടുത്തിരിക്കും, ഭയങ്കര സന്തോഷം, എക്സൈറ്റഡ് ആയിട്ടിരിക്കും. Then you see they distancing themselves. അപ്പൊ ഭാര്യയായിരിക്കും, എന്താ പറ്റി ഇന്നൊരു സന്തോഷക്കുറവ്, എന്താ പറ്റി? Then പിന്നെയും അടുത്ത് വരുന്നു, പിന്നെയും പോകുന്നു. This is called a switching between intimacy and autonomy. Intimacy, autonomy. ഇപ്പൊ സൗഹൃദത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, അടുപ്പത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നു, അടുത്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അകലാനുള്ള ആഗ്രഹമുണ്ട്. ഇതൊരു നാച്ചുറലായിട്ട് പുരുഷന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പുരുഷൻ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സ്ത്രീ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഷീസ് ലൈക്ക് ദ വേവ്സ്. ഓക്കെ, യു സീ അപ്പ്, then you see going down, then you see going up, then you see going down. So ഈ സ്ത്രീ പുരുഷന്മാരുടെ ഡിഫറൻസ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, so that you are better prepared. Okay, so this actually takes us to a very serious topic that I want to say. With that, we probably will close. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ലവ് ബാങ്കിൽ നിങ്ങൾ ഈ ഡിപ്പോസിറ്റ് പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, if you really wanted to encourage the other person to make deposit, you have to meet their emotional needs. അവരുടെ ഇമോഷണൽ നീഡ്, ഇപ്പം നിങ്ങളുടെ ഭാര്യയുടെ ഇമോഷണൽ നീഡ് മീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒറ്റയാളാ നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളാ. നിങ്ങളുടെ ഇമോഷണൽ നീഡ് മീറ്റ് ചെയ്യാൻ കഴിയുന്ന ആള് നിങ്ങളുടെ ഭാര്യ. ഇമോഷണൽ നീഡ് മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കുമ്പോഴത്തേക്കിനാണ് ഈ ലവ് യൂണിറ്റ്സ് നമ്മൾ ബാങ്കിലോട്ട് ഇടുന്നത്. ഇത് മീറ്റ് ചെയ്യാതിരിക്കുന്ന കുടുംബങ്ങളിലാണ് ഭയങ്കര വഴക്കുണ്ടാകുന്നത്. ഓക്കെ, ദർ ആർ സോ മെനി നീഡ്സ്, ഒത്തിരി നീഡുകളുണ്ട്, ലിസ്റ്റ് പറഞ്ഞാണ്. എന്നാൽ ഞാൻ ഇന്ന് ഇതില് ബേസിക് ആയിട്ടുള്ള 5 ഇമോഷണൽ, വൈകാരികമായിട്ടുള്ള ആവശ്യങ്ങൾ, ഇത് ഗ്രീഡല്ല, നീഡാ, ആവശ്യങ്ങളാണ്. അതേപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം ഒരു പാസ്റ്റർ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ കൗൺസിലർ എന്ന നിലയിൽ പല പ്രാവശ്യം ഇങ്ങനെ ഈ ഫാമിലിയിലെ വിഷയങ്ങളൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ചോദിക്കും, എനിക്ക് ഇവരെ കുറിച്ചുള്ള, ഈ ഭാര്യയ്ക്ക് ഒരു ഭർത്താവിനെ കുറിച്ചുള്ള അറിവെന്ന് മാത്രമുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയെ കുറിച്ച് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കും. വളരെ സാരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ പല ആളുകൾക്കും ശരിക്കും ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. എന്താണ്, വാട്ട് ഡസ് ഹി റിയലി വാണ്ട്, വാട്ട് ആർ സം ഓഫ് ഹിസ് ഫിയേഴ്സ്, അദ്ദേഹത്തിന്റെ ഭയങ്ങൾ എന്തൊക്കെയാ, വാട്ട് ആർ സം ഓഫ് ഹിസ് ഡ്രീംസ്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാ. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും. സോ ലിസൺ, when I speak about the needs of a man, I want ladies to pay attention to that. കാര്യം പുരുഷനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കാര്യം അവന്റെ ആവശ്യം ഞാൻ പറയുന്നുള്ളൂ. So it's ladies, those who are going to get married, you can think about it.
Those who are already married, you can evaluate and see if I really understand. If I'm talking about the need of a woman, സ്ത്രീയെപ്പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ it is for the men and the guys who are going to get married. So വിവാഹം കഴിച്ച പുരുഷന്മാരും ഇനി കഴിക്കാൻ പോകുന്നവർക്കും വേണ്ടിയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഒരു 5 ഞാൻ പിക്ക് ചെയ്യുന്നുള്ളൂ. This is for us to understand. Just to give you an idea, the need for us to understand each other. Okay, let me start with the ladies. We always say ladies first. So the first need of a woman, no, listen, this is not 100% all the time. So 100% perfect, 100% alla. But all the studies, all the research, all the surveys, they all pointing towards this. So majority women, majority women, majority men. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എക്സെപ്ഷൻസ് എപ്പോഴും ഉണ്ട്. അപ്പൊ നിങ്ങൾ ചില ആളുകൾ ഇതിനകത്ത് ഈ കാറ്റഗറിയിൽ പെടാത്ത ആളോ എന്റെ നമ്പർ 1 നീഡ് അതല്ല. ഇറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ബട്ട് majority men are that way. So listen, starting with women, the first need of a female or woman is called affection. Okay, ഈ affection എന്ന് പറയുന്ന അത് ഇറ്റ്സ് സ്റ്റിൽ ലവ്, സ്നേഹമാണ്, സ്നേഹത്തിന്റെ ഫാമിലിയാണ്. എന്നാൽ ഈ സ്നേഹം എന്ന് ഈ affection എന്ന് പറയുന്നത് ഇറ്റ്സ് ലവ് വിത്ത് ഐസ്, ലവ് വിത്ത് ഇയേഴ്സ്, ലവ് വിത്ത് ഹാർട്ട് ആൻഡ് ഹാൻഡ്സ്, കണ്ണുള്ള, കൈയുള്ള, ഹൃദയമുള്ള സ്നേഹം, എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന സ്നേഹം. എന്നാൽ ഈ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ അവര് ദിസ് ഇസ് സംതിങ് ദേ ഹാവ് ടു ലേൺ. അവരിത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ദിസ് ഇസ് സംതിങ് ദാറ്റ് മെൻ വിൽ ഹാവ് ടു ലേൺ. എക്സ്പ്രസിങ് ലവ്. സം മെൻ ആർ വെരി ഗുഡ്, ഐ സല്യൂട്ട് ദം. some men it's difficult. പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ചു വളർന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഈ അഫെക്ഷൻ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം നമ്മളൊരു ഭയങ്കര ഷെയിം ബൗണ്ട് സൊസൈറ്റിയാണ്. അപ്പൊ എനിക്കറിയത്തില്ല ഈ നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ അപ്പനും അമ്മയും തമ്മിൽ അവര് തമ്മിൽ ആശ്ലേഷിക്കുന്നതും ഹഗ് ചെയ്യുന്നതും അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. We don't show these things publicly. ഇപ്പോഴത്തെ കാലത്ത് കുറച്ചുകൂടെ കാണും. I was growing up, I never saw any of those things. അപ്പൊ ഈ ഇമോഷൻസ് കാണിക്കുന്നത്, എക്സ്പ്രസ് ചെയ്യുന്ന ഒന്നും നമ്മൾ കണ്ടു വളരാത്ത ഒരു കുടുംബത്തിൽ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. This is reflecting upon our lives. Modern society is so different. അവിടെ നമ്മൾ ഫിറ്റ് ഇൻ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർക്കണം. ഓക്കെ, സോ ദിസ് ഇസ് എ നീഡ് ഓഫ് എ വുമൻ. ഇനി എന്തെല്ലാം ഈ അഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ സ്ത്രീയെ സംബന്ധിച്ച ആഗ്രഹം, സ്ത്രീക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. എന്റെ ബർത്ത്ഡേ വലിയൊരു കാര്യമാണ്. വയസ്സ് എത്രയാന്ന് ചോദിക്കരുതെന്നുള്ളേ ഉള്ളൂ. ബട്ട് ബർത്ത്ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭാര്യയെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ? These are all very important things. She really wants to feel loved. Okay, just listen here. So ഞാൻ എൻ്റെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ വന്ന ആ സമയത്ത് എൻ്റെ വൈഫ് ഒരു ഫാർമസിയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഒരു കൗണ്ടിയിലെ ഒരു ഓഫീസറിൽ ജോലി ചെയ്യുന്നത്. അപ്പം എൻ്റെ ഭാര്യ ഒരു ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞു, പുള്ളിക്കാലത്ത് ഒരു കസൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാലത്ത് അവിടെ ഒരു ക്രിസ്റ്റിന്നാണ്. പിന്നെ പറഞ്ഞു, ഇന്ന് ക്രിസ്റ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവിടെ ഹസ്ബൻഡോട് 2 ഡസൻ ബ്യൂട്ടിഫുൾ റോസസ് ഇവിടെ കൊണ്ട് ഫ്ലോറിസ്റ്റ് കൊണ്ട് ഇവിടെ കൊടുത്തേച്ചോ, ഇവിടെ ഇരിപ്പുണ്ട്. ദേ ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഒക്കെ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഈ ശരിക്കും ഒരു ടിപ്പിക്കൽ മലയാളി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലേക്ക് ആദ്യം പോയ ചിന്ത എന്ന് പറഞ്ഞാൽ ഈ മണ്ടൻ എത്ര രൂപ മുടക്കി കാണുമെന്നുള്ളതാണ്. That's the first thing that came to my mind. ഞാനതിനെ റുപ്പീസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കാണും. പിന്നെ എത്ര രൂപ എന്നോട് മുടക്കി കാണും. ഒരു 100 രൂപ മുടക്കിയാലും 50 രൂപ 100 രൂപ മുടക്കിയായിരിക്കും ഫ്ലവർ അയച്ചാലും 50 രൂപ 60 രൂപ മുടക്കിയായിരിക്കും $60 മുടക്കിയായിരിക്കും അയച്ചിരിക്കുന്നത്. $60 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചെന്നാൽ എത്ര രൂപയാണ്? എന്റെ മനസ്സിലൂടെ പോയ കാര്യമാണ്. എന്റെ ഭാര്യ എന്നോട് എന്തിനാ പറഞ്ഞെന്നുള്ള കാര്യം എനിക്ക് ആ ലൈറ്റ് കത്തിയില്ല. യു അണ്ടർസ്റ്റാൻഡ്? അപ്പം ഇതെല്ലാം കഴിഞ്ഞേച്ച് എൻ്റെ ഭാര്യ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ആ കാര്യം പറഞ്ഞ് എന്തിനാന്ന് മനസ്സിലായെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ബർത്ത്ഡേ അടുത്ത മാസമാണ്. ഓ, അത് ശരി. ഞാനിങ്ങനെ ഓർത്തൊക്കെ ഇരുന്നു. സംഭവിച്ചെന്നു ചോദിച്ചാൽ ആ മാസം ആ സമയമായപ്പോൾ ഞാനത് മറന്നുപോയി.
ബർത്ത്ഡേ ഓർത്തില്ല. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ ഞാൻ 5 മണിയാകുമ്പോൾ വരും, 5 മണി 5:30 ആകുമ്പോൾ വരും. പുള്ളിക്കാരത്ത് ജോലി ചെയ്ത് വരുമ്പോൾ 11 മണി രാത്രിയാവും. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ നമ്മുടെ വീടിന്റെ ഗരാജ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പുള്ളിക്കാരത്തി വണ്ടി വന്ന് പാർക്ക് ചെയ്ത്, അപ്പോൾ അവിടെ വന്ന് പുള്ളിക്കാരത്തി ഇങ്ങനെ കയറി അടുക്കളയിൽ കൂടെ ഒക്കെ നടന്ന് നോക്കി, ഞാൻ ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിയേച്ച് ഞാനിങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുക, വന്ന് പ്രാർത്ഥിച്ചൊക്കെ കിടക്കാൻ. ഇത്രയേരായിട്ട് പുള്ളിക്കാരത്തെ കാണുന്നില്ല. അപ്പം ഞാൻ ബെഡ്റൂമിൽ ചെന്നപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ കിടന്ന് കമ്പിളിയൊക്കെ പറിച്ച് കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ, യു സിക്ക്? നോ, ഐ എം ഓക്കെ. പിന്നെ ചോദിച്ചു, ആഹാരം കഴിക്കാൻ വന്നത്, പ്രാർത്ഥിക്കണ്ടേ? ജസ്റ്റ് ടയർഡ്, ഐ എം ടയർഡ്. നമ്മൾ ഇവർ ടയർഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ്സ് എ സിംപ്റ്റം ഓഫ് സംതിങ് എൽസ്, നോട്ട് റിയലി ട്രൂ. സോ ദെൻ ഫൈനലി ഐ സെഡ്, വാട്ട്സ് റോങ്? നമ്മൾ ദൈവസേന എടുത്ത തീരുമാനമാണ് നമ്മൾ രണ്ടുപേരും വഴക്ക് പിടിച്ച് ഉറങ്ങത്തില്ലെന്ന്. സോ യു ടെൽ മീ വാട്ട്സ് എ പ്രോബ്ലം. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ മാസം നിങ്ങളെ ഓർപ്പിച്ച എൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങളൊന്ന് വിളിക്കുകയോ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയോ, ഒരു കാർഡ് മേടിച്ചു, ഒരു പൂ മേടിച്ചു, ഒന്നും നിങ്ങൾ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമായി തോന്നി. അതിനുശേഷം ഇന്ന് വരെ എൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ ഞാൻ മറന്നിട്ടില്ല. അപ്പം ഞാൻ ചില സമയത്ത് ഞാൻ തമാശക്കാണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ ചിലപ്പോൾ അത് ഒരാഴ്ച മുമ്പേ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യും, കാര്യം ഇൻ കേസ് ഇത് വിട്ടുപോയെന്ന് വെച്ച്. But I'm just trying to say that to women, those things are very meaningful things. Okay, these are all affections. ചിലപ്പോൾ നിങ്ങളൊരു ഭാര്യയുടെ ചില സമയത്ത് ഒരു കൈ പിടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നടക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നടക്കും. ചില പുരുഷന്മാർ ഒരു ഫർലോങ് ഫ്രണ്ട് നടക്കും, ഭാര്യ പുറകെ നടക്കും. These are all people. So this is something, love. അവിടെ കപ്പ് നിറഞ്ഞില്ലെങ്കിൽ ഒരു സ്ത്രീ ഒരിക്കലും സന്തോഷിക്കത്തില്ല. ഓക്കെ, സ്ത്രീയുടെ സ്നേഹത്തിന്റെ കപ്പ് നിറഞ്ഞില്ലെങ്കിൽ അതിനിടയ്ക്ക് വരുന്ന എല്ലാവരും അവൾ വെടിവെക്കും. ഞാൻ ആ എക്സ്പ്രഷൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, എന്നെക്കാട്ടിലധികമായിട്ട് നിങ്ങൾ ആരെയെല്ലാം, സ്ത്രീ ചിന്തിക്കുന്ന, എന്നെക്കാട്ടിലധികം നിങ്ങൾ ആരെ സ്നേഹിച്ചാലും ഞാൻ അവരെ വെടിവെക്കും എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഞാൻ അവരെ കട്ട് ഓഫ് ചെയ്യും. എന്നെക്കാളധികം നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ അപ്പനെയോ നിങ്ങളുടെ ജോലിയോ നിങ്ങളുടെ കൂട്ടുകാരനെയോ ഒക്കെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ ആ കൂട്ടുകാരനെ ഇവർക്ക് ഇഷ്ടമല്ല, ആ അപ്പനെ ഇഷ്ടമല്ല, ആ അമ്മയെ ഇഷ്ടമല്ല. അമ്മ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, കൂട്ടുകാരൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, മറ്റേ നത്തിങ്. ഷീ വിൽ ജസ്റ്റ് ആ ICPF വഴി കയറ്റിയല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പുള്ളി എപ്പോഴും ICPF കൂടെ നടക്കുകയാണ്. ഭാര്യയോടുകൂടെ സമയം ചെലവഴിക്കാതെ ICPF കൂടെ നടന്നാൽ, അല്ലെങ്കിൽ പള്ളിക്കാരൻ്റെ കൂടെ നടന്നാൽ ഭാര്യയ്ക്ക് പ്രശ്നമാണ്. അവിടെ കപ്പ് ഫുള്ളായിരിക്കണം. ദിസ് ഇസ് വെർ മെൻ നീഡ്സ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദം. ഇനി സ്നേഹത്തിന് ഭാഷയുണ്ട്, നമുക്കിതൊന്നും ഇവിടെ തീർക്കാനൊക്കത്തില്ല. ഈ സ്നേഹത്തിന് ഭാഷയുണ്ട്. ഈ സ്നേഹത്തിന്റെ ഭാഷ, ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നൊരു വലിയ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് പുസ്തകങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ എ മാൻ കോൾഡ് ഡോക്ടർ ജോൺ ഗ്രേ. ഈ ഡോക്ടർ ജോൺ ഗ്രേ പറയുന്ന അദ്ദേഹത്തിന്റെ തീസിസ് എന്ന് പറയുന്നത്, ഈ സ്നേഹത്തിന് ഭാഷയുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഭാഷയുണ്ട്. സ്നേഹം മനസ്സിലാക്കുന്ന ഒരു ഭാഷയുണ്ട്. അത് 5 രീതിയിലാണ്. അപ്പൊ ചിലർക്ക് ഇതിനകത്ത് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഭാഷ കാണും, സെക്കൻഡറി ആയിട്ടൊരു ഭാഷ കാണും. ഈ 5 രീതിയിൽ സ്നേഹം ആളുകൾ മനസ്സിലാക്കും. ചിലർ സ്നേഹം മനസ്സിലാക്കുന്നത് ഇറ്റ്സ് കോൾഡ് വേർഡ്സ് ഓഫ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ അവരെ അഫേം ചെയ്ത്, അവരെ കരുതി, അവർ ചെയ്യുന്നത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ച് പറയുന്ന വാക്കുകൾ. അങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉണ്ട്. ചിലർ നമ്മളോട് പറയാം, യു ആർ വെരി സ്മാർട്ട്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്, യു ആർ വെരി തോട്ട്ഫുൾ, ദാറ്റ് ഈസ് വെരി ഗുഡ് വർക്ക്, ഐ റിയലി അപ്രീഷിയേറ്റ് യു, യു ഫീൽ വെരി ഗുഡ്, they feel loved. Okay, അല്ലെങ്കിൽ I understand your pain, I know what you're going through, I know it's very painful, it's difficult for you. So this is a language that they understand better. ഇനി ചിലരുടെ സ്നേഹത്തിന്റെ ഭാഷ, ജോൺ ഗ്രേ പറയുന്നത്, രണ്ടാമത്തെ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് ടച്ച്, ഫിസിക്കൽ ടച്ച്. ഓക്കെ, ഫിസിക്കൽ ടച്ച്, സ്പർശനം. ചിലർക്ക് സ്പർശനത്തിന്റെ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ചിലർക്ക് അവരുടെ പുറത്ത്, ഭർത്താവ് അവരുടെ പുറത്ത് ഒന്ന് കൈയിട്ടും തട്ടി, ദിസ് ഇസ് മൈ ഹണി എന്നൊക്കെ അത് പറയുമ്പോൾ ഒരു സന്തോഷം. അല്ലെങ്കിൽ ഭാര്യയുടെ കൈയൊക്കെ പിടിക്കുന്ന ഒരു സന്തോഷമാണ്. There's nothing sinful about it as long as it is your wife. Okay, she feels loved. ടച്ച് ഭാഷയായിട്ടുള്ള ആളുകൾക്ക്, ടച്ച് ഭാഷയല്ലാത്ത ആളുകളെ എളുപ്പം മനസ്സിലാക്കാനൊക്കെ. നിങ്ങളുടെ ഭാര്യയുടെ കയ്യേലൊന്ന് പിടിക്കുമ്പോൾ അത് പറയും കൈവിടുക. അപ്പൊ അതിന്റെ അർത്ഥം പുള്ളിക്കാരത്തിന്റെ ഭാഷയല്ല, നിങ്ങൾ കൈപിടിക്കാനേ പോയി വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല, കാര്യം പുള്ളിക്കാരത്തിന്റെ ഭാഷയല്ല.
പുള്ളിക്കാരൻ്റെ ഭാഷ ഒന്നുമില്ല അഫർമേഷൻ ആയിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കോൾ റിസീവിങ് ഗിഫ്റ്റ്സ്. ചിലരുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും സമ്മാനം കിട്ടുന്നതായിരിക്കും. അതിന്റെ വലുപ്പമല്ല പറയുന്നത്, ആ ചിന്ത, ആ തോട്ട് ബിഹൈൻഡ് എ ഗിഫ്റ്റ്. They really feel good. നിങ്ങൾ ചോക്ലേറ്റ് ആയിരിക്കും മേടിച്ചു കൊടുക്കുന്നത്, they feel loved. അല്ലെങ്കിൽ ഒരു സാരി ആയിരിക്കും മേടിച്ചു കൊടുക്കുന്നത്, whatever it may be, അങ്ങോട്ടും ഇങ്ങോട്ടും മേടിച്ചു കൊടുക്കും. They really love to receive gifts. ചിലരുടെ ഭാഷ അതാ. ചിലരുടെ ഭാഷ എന്ന് പറയുന്നത് സ്പെൻഡിങ് ടൈം. ഓക്കെ, ചിലർ പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, ഐ ലവ് യു സോ മച്ച്, പക്ഷെ ഒരു മിനിറ്റ് വീട്ടിൽ ഇരിക്കുകയില്ല, ഒറ്റ മിനിറ്റ് വീട്ടിൽ ഇരിക്കുകയില്ല. അപ്പൊ ഭാര്യ ചോദിക്കും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്നൊക്കെ പറയും, പക്ഷെ നിങ്ങൾ ഒരു മിനിറ്റ് വീട്ടിൽ ഇരിക്കത്തില്ല. എന്റെ കൂടെ ഒരു മിനിറ്റ് ഇരിക്കുന്നില്ലല്ലോ. കാര്യം ആ സ്ത്രീയുടെ ഭാഷ എന്ന് പറയുന്നത് വീട്ടിൽ ഇരിക്കുന്നത് സ്പെൻഡിങ് ടൈമാണ്. പുരുഷന്റെ ഭാഷ സ്പെൻഡിങ് ടൈം അല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇയാൾ പോകുന്നത്. എന്നാൽ അത് മനസ്സിലാക്കണം ഒരാളുടെ ഡോമിനന്റ് ഭാഷ. ലാസ്റ്റ് വൺ ഇസ് ഹെൽപ്പിംഗ് ഔട്ട്. ഓക്കെ, ഈ അഞ്ചാമത്തെ കാര്യം ഹെൽപ്പിംഗ് ഔട്ട്. ഈ 5 രീതി എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളിൽ സഹായിക്കുക. ജോലി ചെയ്തുകൊണ്ടിരിക്കുമെന്ന് വെച്ചാൽ മോളെ ഞാൻ എന്ത് ചെയ്യണം, പ്ലീസ് ഹെൽപ്പ് മീ ലോ. അന്നേരം പറയുക ഞാൻ ബിസിയാണ്, തിരക്കാം, ഒന്നും പറയരുത്. ജസ്റ്റ് കം ആൻഡ് ഹെൽപ്പ്. ചില കട്ട് ചെയ്യാൻ സഹായിക്കട്ടെ, കൂടെ ഇരിക്കുക, സഹായിക്കുക, ഞാൻ പിള്ളേരുടെ കാര്യം നോക്കാം, യു ഡു ദിസ് വൺ. ഹെൽപ്പിംഗ് ഔട്ട് and she feels loved and he feels loved. Listen, so words of affirmation, physical touch, spending time, receiving gifts, helping out. John Gray പറയുന്നു these are the 5 languages. അപ്പം ഐഡന്റിഫൈ വാട്ട് ഈസ് ദ ലാംഗ്വേജ്. സോ ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, 5 കാര്യം പറയാനുണ്ടല്ലോ, പക്ഷെ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഇവിടെ, because I think we are running out of time. So the first need of a woman is affection, and she really feels loved. She has to feel loved. A cup needs to be full. കപ്പ് നിറയുന്നില്ലെങ്കിൽ ആരെല്ലാം ഇപ്പം എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്, ഭൂമിയിലെ നിങ്ങളുടെ ബന്ധത്തിൽ, സ്വർഗത്തിലെ ദൈവമായിട്ടുള്ള ബന്ധമല്ല പറഞ്ഞ്, അത് നമ്പർ 1 ആയിരിക്കണം. ഭൂമിയിലെ നിങ്ങളുടെ റിലേഷൻഷിപ്സിൽ ഏറ്റവും നമ്പർ 1 സ്ഥാനം നിങ്ങളുടെ ഭാര്യക്കുണ്ടായിരിക്കണം. അത് ഉണ്ടെന്ന് നിങ്ങൾ എൻ്റെ ഭാര്യക്കുണ്ട്, എൻ്റെ ഹൃദയം പറഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യയോടാണ് എനിക്ക് സ്നേഹം. പക്ഷെ ക്വസ്റ്റ്യൻ, does she know that? Does she feel it? Through practical living, does she understand that you love her more than anything else? മറ്റാരെക്കാട്ടിലധികം നീ അവരെ സ്നേഹിക്കുന്നതെന്ന് അവൾക്കറിയാമോ? അവളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മക്കളെക്കാട്ടിലും നമ്പർ 1 ഇതാ. ചിലർ പറയും അപ്പനും മക്കളോടെ ഇഷ്ടം, മക്കളെ വലിയ കാര്യമാണ്, പക്ഷെ എന്നോട് ഇഷ്ടമല്ല. നോ, ഷീ ഷുഡ് ഫീൽ ദാറ്റ് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ മക്കള്, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും, ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ അപ്പനും അമ്മയും. ഇതെല്ലാം ഇതുപോലെയാണ്. തിരിച്ചും ഭാര്യയും ചിന്തിക്കുന്നത് അതുപോലെ തന്നെ. ഭർത്താവിന് ഫീൽ ചെയ്യണം അവളുടെ ലോകത്തിന്റെ നമ്പർ 1 ഞാനാണ്, അവളുടെ അപ്പനല്ല, അമ്മയല്ല, സഹോദരനല്ല, വേറെ ആരുമല്ല, ഫ്രണ്ട് അല്ല, ഐ ആം നമ്പർ 1 ഇന്ന്. അത് ഫീൽ ചെയ്യാത്രത്തോളം കാലം ഇതിനിടയ്ക്ക് വരുന്ന സകല ആളുകളെയും പുള്ളിക്കാരി വെറുക്കും. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഗൈസ്. അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്. നല്ല പേര് വിളിക്കുക, എടി ബോഡി എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാതെ യു ക്യാൻ കോൾ നെയിം. ഓമന പേര് വിളിക്കാം. ലെറ്റ് ദ ചിൽഡ്രൻ നോ ദാറ്റ് ദിസ് ഇസ് വാട്ട് മൈ ഡാഡ് കോൾസ് മം. ഞങ്ങളുടെ അമ്മയെ ഞങ്ങളുടെ ഡാഡി വിളിക്കുന്ന ഇതാ. ഇറ്റ്സ് ഗുഡ് ടു കോൾ ഹെർ ദാറ്റ് നെയിം. ഷീ ഫീൽസ് ലവ്ഡ് ദാറ്റ് വേ. ഓക്കെ, ഞാൻ സ്ത്രീയുടെ നമ്പർ 1 കാര്യം പറഞ്ഞു. നമ്മുടെ ടൈം ഇവിടെ തീർന്നു. എങ്കിലും ഞാൻ പുരുഷന്റെയും കൂടെ ഒരു നമ്പർ 1 കാര്യം പറഞ്ഞു വെച്ച് ഞാനിവിടെ അവസാനിപ്പിക്കാം. കാര്യം അതിക്കുള്ളും പോകാൻ നമുക്ക് സമയമില്ല. ഇനിയും another time I will deal with it. Okay, listen very carefully here. So സ്ത്രീയുടെ നമ്പർ 1 need is affection, love. That is something you need. Okay, അത് അതിന്റെ മാനിഫെസ്റ്റേഷൻ so many രീതിയിലുണ്ട്, മനസ്സിലാക്കുക. ഇനിയും സ്ത്രീകൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, പുരുഷന്റെ ഏറ്റവും വലിയ നീഡ്. ഇതിന് ഞാൻ പറഞ്ഞു, ഇതിനെപ്പറ്റി 2-3 റിസർച്ച്, 2-3 സർവേസ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട്. ചിലർ പറയുന്നു പുരുഷന്റെ റെസ്പെക്റ്റ് ആയി ഏറ്റവും വലുത്. എന്നാൽ മജോറിറ്റി ആളുകൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും പുരുഷന്റെ നമ്പർ 1 നീഡ് എന്ന് പറയുന്നത് സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ. അവന്റെ ദാമ്പത്തികമായിട്ടുള്ള അവന്റെ സംതൃപ്തി, ലൈംഗിക സംതൃപ്തി എന്ന് പറയുന്നത് പുരുഷൻ എന്തുകൊണ്ടോ നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുക. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഞാൻ ഈ സ്ത്രീയുടെ 5 നീഡ് ലിസ്റ്റ് ചെയ്യുമ്പോഴും പുരുഷന്റെ 5 നീഡ് ലിസ്റ്റ് ചെയ്യുമ്പോഴും ഇതിനകത്ത് പുരുഷന്റെ 5 നീഡിൽ ഏറ്റവും ടോപ്പ് നീഡ് അവന്റെ ലൈംഗിക സംതൃപ്തി ആണെങ്കിൽ, സ്ത്രീയുടെ ഈ 5 നീഡ് ഞാൻ എഴുതുമ്പോഴും അതിനകത്ത് ഈ 5 പോലും ഈ ലൈംഗിക സംതൃപ്തി ഇല്ല. ഇതിന്റെ താഴെയാണ്, അതിന്റെ somewhere below ആണ്. എന്നാൽ for some reason this is on the top. So this causes so much a problem. ഒത്തിരി ഫാമിലീസിലെ ഫ്രിക്ഷൻസിന് കാരണം ഇതാണ്. ദിസ് ഇസ് എ മേജർ പ്രോബ്ലം. വിശ്വാസി കുടുംബങ്ങളിലൊക്കെ ഉണ്ട്. സ്വോത്രം പറഞ്ഞാൽ മറന്ന കാര്യമൊന്നുമല്ല ഇത്. ദിസ് ഇസ് സംതിങ് ദാറ്റ് വി ഓൾ നീഡ് ടു അണ്ടർസ്റ്റാൻഡ്.
ഓക്കെ. നൗ നിങ്ങളുടെ ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ സ്ത്രീ പുരുഷനും പുരുഷൻ സ്ത്രീക്കും കടംപെട്ടിരിക്കുന്നത് ചെയ്തിട്ടെ എന്നാണ് പൗലോസ് പറയുന്നത്. You have to meet the need. Wife, you should meet the need of your husband. Husband should meet your wife. Okay, now we are talking about number one need of a woman. I said affection. Number one need of a man is sexual satisfaction. Now, ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് ഔട്ട് ഓഫ് കോണ്ടാക്സ്റ്റിൽ എടുക്കരുത്, ugly ആയിട്ട് ചിന്തിക്കരുത്, ഇച്ചിച്ചിയായിട്ട് ചിന്തിക്കരുത്. This is biblical because God created us as sexual beings. ദൈവം നമ്മളെ sexual beings ആണ് ദൈവം സൃഷ്ടിച്ചത്. ലൈംഗിക ജീവിതമായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. There's nothing wrong with that. എന്നാൽ അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു പ്ലേസ് ഉണ്ട്. Before marriage, God doesn't want you to have that experience. Outside of marriage, God doesn't. So one is called fornication, other one is called adultery. But it needs to burn within the marriage. A കുടുംബം വിവാഹം എന്ന് പറയുന്ന ആ ബൗണ്ടറിക്കകത്തോണ് ഈ തീ കത്താൻ, അതിന് വെളിയിലല്ല. Now, this is a major problem in a lot of families. Now, guys, those who are listening to me who wants to get married, listen very carefully to what I'm saying. ബോയ്സിന്റെ ഭയങ്കര ഒരു പ്രശ്നമാണ് ഇത്. This is especially right now with നിങ്ങളുടെ എല്ലാം കയ്യിൽ മൊബൈലുണ്ട്, മൊബൈലും ഡാറ്റ പ്ലാനും എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. ഈ സർവേകളും പഠിത്തവും ഒക്കെ പറയുന്നത് ഒരു നല്ല % ബോയ്സിനും ഈ ഫോൺ ഒരു വലിയ വിഷയമാണ്. ഇതിനകത്ത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്, എന്നിട്ട് സ്വത്രം പറയും. അപ്പൊ ഇതൊരു വിഷയമാണ്. ദിസ് ഇസ് റിയലി ഗോയിങ് ഓൺ. എന്നുവെച്ചാൽ ഈ സെക്യുലർ ആളുകളോട് അവർ ദിസ് ഇസ് ഓൾ ഇറ്റ് ഈസ്, ദിസ് ഇസ് നാച്ചുറൽ, ദിസ് ഹാപ്പൻസ്. ഇപ്പൊ ഇവന് ഇതിന്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, യു ലുക്ക് അറ്റ് എ വുമൺ വിത്ത് ലസ്റ്റ്ഫുൾ ഐസ്, യു കമ്മിറ്റിംഗ് അഡൾട്ടറി. നീ സ്ത്രീയെ മോഹിക്കണം എന്ന് വെച്ച് അവളെ നോക്കുന്നെങ്കിൽ നീ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യും. ഈ ഫീൽഡിൽ ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചിന്തിച്ച് നോക്കിക്കോ, ഈ പടങ്ങളെല്ലാം കണ്ട് നിന്റെ മനസ്സിനകത്ത് ഫാന്റസി വേൾഡില്ല നീ പോകുന്നത്. ഇതിനകത്ത് നീ ഫാന്റസൈസ് ചെയ്യുക, ഇതേപ്പറ്റി ചിന്തിക്കുക. ദിസ് ഈസ് കണക്റ്റഡ് ടു യുവർ എക്സ്പ്രഷൻ. അപ്പം ഈ പുരുഷന്മാരിൽ അല്ലെങ്കിൽ ബോയ്സിൽ ഒരു നല്ല പങ്ക് ആളുകൾക്കും ഈ മേഖലയിൽ ഭയങ്കര സ്ട്രഗിളാണ്. ഓക്കെ, അതിനെപ്പറ്റി ഒരു മനുഷ്യൻ പറഞ്ഞത് എങ്ങനെയാണ്, 99% of the boys struggles with it, 1% lie about it. അപ്പൊ എത്രയായി? 100,000. അപ്പം ഇതൊരു മേജർ പ്രോബ്ലമാണ്. അപ്പം ഇതിനകത്ത് വളരെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഓക്കെ, വളരെ അഡിക്റ്റഡ് ആയിട്ട് പോകുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. അവർക്കൊരു മേജർ പ്രോബ്ലമായി, ഇതൊരു ഒബ്സഷൻ ആയിട്ട് മാറിയിരിക്കുക. പക്ഷെ ഇവിടെ നിനക്കൊരു കൺട്രോൾ ഇല്ലാതെ ഈ വിഷയം ദൈവസന്നിധി കൊണ്ടുവന്ന് ഇതിന് മേൽ നിനക്കൊരു നിയന്ത്രണമില്ലാതെ നീ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ, ഐ ടെൽ യു സംതിങ്, ഈ മാരേജ് അതിനെ ടേക്ക് കെയർ ചെയ്യത്തൊന്നുമില്ല. ദിസ് ഇസ് പാർട്ട്ലി ഇറ്റ് ഈസ് ദർ, പക്ഷെ നിന്റെ മനസ്സ് സ്റ്റിൽ പെർവേർട്ടഡ് ആണ്. So get a handle on it before you get married. Very important this is, okay? This is very important. കാര്യം നിന്റെ വൈഫ് ഇതിലേക്ക് വരുന്നത് നിനക്കുള്ള എക്സ്പീരിയൻസ് ഉള്ളതുപോലെ എക്സ്പീരിയൻസ് ആയിട്ടല്ല ഷീ ഈസ് കമ്മിങ്. വിമൻ, പുരുഷന്മാര് ഇപ്പം 90% പുരുഷന്മാർക്ക് ബോയ്സിന് ഒരു സ്ട്രഗിൾ ആണെങ്കിൽ ഒരു 40-50% ഗേൾസിനെ ഉള്ള ഒരു സ്ട്രഗിൾ. So remember, she's not coming with all these kinds of experience. So you're coming into marriage. Now listen, ladies, you listen to this very carefully. പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് 365 days of constant. It does not really change. Okay, whether it's Monday, Tuesday, rainy day, snowy day, വേനലാണെങ്കിലും ശൈത്യമാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും എല്ലാം, ഇറ്റ്സ് ഓൾ റിമെയിൻസ് ദ സെയിം. ഫ്യൂണറൽ രാവിലെ 10 മണിക്ക് ഒരു ഫ്യൂണറൽ ഉണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് അത് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല. He still can think and become active. So this is how he is. This is how he processes things. This is his number one. This is one of his main need. Okay, emotional need കാര്യം പറഞ്ഞു. ഇത് സ്ത്രീകൾ മനസ്സിലാക്കണം. ഒരിക്കലും പറയുന്നത്, oh, this guy is a pervert, he is so bad, this is how it is. No, he's just a human, he's a man എന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ പുരുഷൻ മനസ്സിലാക്കേണ്ടത്, പത്രോസ് പറയുന്നുണ്ട്, ഭർത്താക്കന്മാരോട് പറയാം, നിങ്ങൾ സുബോധത്തോടെ ഭാര്യമാരോട് വസിപ്പിൻ. Live with an understand their needs. So the man needs to understand her sexuality is not constant. It changes, okay, from day to day, from month to month. Okay, so from week to week it changes, not month to month. Week to week it changes. Every day she feels a different climate in her body. Okay, she cannot respond to you the same way every day, and every week is so different. Okay, and this is also connected to how she feels during the day.
പകൽക്കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വിഷയമാണ്. And also you need to understand when you get married after some time, when the woman crosses the age of 45 to 50, okay, age കഴിയുമ്പോഴത്തേക്കിന് ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കിന് the body goes through serious changes. Okay, we call it menopause. They go through that stage in life where they don't feel the drive, they don't have the energy, they don't like, I mean, there's so many things they go through. Okay, so changes ഒത്തിരി അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് സംഭവിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, what men needs to understand, living with understanding. പത്രോസ് പറഞ്ഞത് സുബോധത്തോടുകൂടി നമ്മൾ വസിക്കണം. Okay, but the ladies need to understand this is one need, my husband. You know, there are a lot of married people, married men, who watch all these video shows, who watch all the movies that come. Okay, അതിനകത്ത് ചിലപ്പം ഭാര്യ രാത്രി ജോലിക്ക് പോകുന്ന ഭാര്യയായിരിക്കാം. ഇന്ത്യൻ കേരള കോണ്ടക്സ്റ്റിൽ വീട്ടിൽ ഭാര്യ കാണും. മറ്റുള്ള ഈ വെളി രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഭാര്യ രാത്രി നൈറ്റ് ജോലിക്ക് പോകും, ഇയാൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, പിള്ളേരവിടുന്ന് ഉറങ്ങി വീട്ടിൽ ഇത് കാണുക, പിന്നെ മൂവി കണ്ടുകൊണ്ടിരിക്കുക, സന്തോഷിക്കുക, ഇതൊക്കെയാ അതിലേക്ക് ലീഡ് ചെയ്യുന്ന വിഷയങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. Maybe it's a spiritual struggle that he is having, but at the same time meeting a need is also very important. Very important. Okay, but man needs to understand her sexuality is not constant, and then there's a stage in her life where she experienced a different climate altogether in her life because of biological changes that is taking place in her life. So a lot of changes really needs to take place. So I'm just going to list these things for you. You can think about it. ഞാൻ പറയത്തില്ല, ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ലിസ്റ്റ് ചെയ്ത് വെച്ച് പോകാം. സോ ഫസ്റ്റ് നീഡ് രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. സെക്കൻഡ് need of a woman is called conversation. Third basic need of a woman is called honesty and openness. Fourth basic need of a woman is called financial support. Fifth need of a woman is called family company. ഇതെല്ലാം actually സമയമെടുത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും I don't have the time to say it at this point. I'm just saying it right now here. Purishan, this is for ladies, listen. Purishan, the number one need ഞാൻ പറഞ്ഞു കഴിഞ്ഞു. Number two, the second basic need of a man is called recreational companion. ഇത് ഒരു more of an Western term ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ടേമിൽ പറയുകയാണെങ്കിൽ he wants a good warm friend in a wife. ഒരു ഭാര്യയിൽ പുരുഷൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഒരു സഖി, എൻ്റെ കൂട്ടുകാരി, എന്നെ കുറ്റം പറയുന്ന കൂട്ടുകാരത്തിയല്ല, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരത്തി. She stands with me. It's a warm friend. Okay. Third one that a man needs is an attractive spouse. Attractive spouse എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഫിലിം സ്റ്റാർ ആകണമെന്നില്ല. Doing your best with what you have. That's what basically means. Fourth need of a man is actually called domestic support. This is where respect വരുന്ന ഇവിടാണ്. I should be treated like special in my house, like I am the head of this house. അതെ, ഞാൻ അറിയണം, എൻ്റെ ഭാര്യ അറിയണം. Everybody in the house should know that I'm the head, I'm the leader of this house. This is a need, and I'm treated like a king. In a sense, that ഒരു male fantasy എപ്പോഴും പുരുഷന്റെ മനസ്സിലുണ്ട്. Then the fifth need of a man is called admiration. Admire ചെയ്യപ്പെടണം. Okay, എൻ്റെ ഭാര്യ ഞാൻ admire ചെയ്യപ്പെടണം. ഇതൊരു constant need. I just need to stop because I know നമുക്ക് തന്ന സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിവിടെ ഇതോടെ അവസാനിപ്പിക്കും. ഞാൻ 2 പോയിന്റ് മാത്രമേ ഉള്ളൂ ആ വിഷയം സംബന്ധിച്ച്. ഒന്ന് എടുത്തു പറഞ്ഞതേ ഉള്ളൂ. But I want to tell you, all of you, that please understand what are the needs of your wife. What are the needs of your husband? Young people, you also need to make sure that you need to be happy as a single. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു സിംഗിൾ എന്ന നിലയിൽ നിങ്ങൾ ഏറ്റവും സന്തോഷമുള്ളവനായി സംതൃപ്തിയുള്ളവനായി തീർന്ന ശേഷം മാത്രമേ ഒരു വിവാഹത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാകാവുള്ളൂ. അങ്ങോട്ട് പോകുന്ന സമയത്ത് have a basic understanding about the needs, the emotional needs, the difference that we both have. ഞങ്ങൾ രണ്ടാളുകളും വളരെ വ്യത്യാസമാണ്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണ്, ഞങ്ങളുടെ ജീൻ വ്യത്യാസമാണ്, ഞങ്ങളുടെ വാല്യൂസ് വ്യത്യാസമാണ്. അല്ലെങ്കിൽ there's so many things, ഞങ്ങളുടെ എക്സ്പെക്ടേഷൻസ് ആൻഡ് ഡിസയേഴ്സും വ്യത്യാസം. There's so many different. ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് വ്യത്യാസമാണ്. So we bring ഞങ്ങളുടെ വീക്ക്നെസ്സസ് വ്യത്യാസമാണ്.
ഞങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന വ്യത്യാസം, ഞങ്ങൾ ഓരോ വിഷയത്തിന് മാർക്ക് ഇടുന്നതിൽ ഞങ്ങൾ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരു പ്രതിസന്ധി വന്നാൽ അത് പ്രോസസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ വ്യത്യാസം. We are created different. We are created male and female. God created us. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് നിർത്തുന്ന ഒരു ഫാക്ടർ എന്ന് ഞാൻ പറഞ്ഞ ഡിഫറൻസ് ഒത്തിരി ഉള്ളപ്പോൾ നമുക്ക് വിഘടിക്കാൻ ചാൻസസ് ഒത്തിരിയുണ്ട്. There's so much of problem can happen. But the most important thing is the Holy Spirit. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വായിച്ച ഭാഗം പറഞ്ഞത്, be filled with the Holy Spirit. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. Commitment to Christ. Commitment to Christ. Commitment to selflessness. ഇല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്കുള്ള ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റ് നിസ്വാർത്ഥരായിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് എടുക്കേണ്ട ഒരു വലിയ തീരുമാനമാണ്. ഓക്കെ, unconditional love. I'm going to love because God loves me unconditionally. I'm going to love my partner unconditionally. I'm going to talk to him. We're going to talk. We're going to exchange ideas, communication, and we be committed to Christ. True followers of Christ. ശരിക്കും കർത്താവിന് വേണ്ടിയുള്ള ഡിസൈപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി പ്രശ്നത്തിന് വലിയ വഴിയൊന്നുമില്ല. കമ്മിറ്റ്മെന്റ് ടു ഈച്ച് അതർ, അന്യോന്യമുള്ള ആ സമർപ്പണം ഭയങ്കരമാണ്. കമ്മിറ്റ്മെന്റ് ടു സെർവന്റ്ഹുഡ്. വീട്ടിലെ ബോസ് ആയിട്ട് എല്ലാവരും ഭരിച്ചു നടക്കുന്നു. യു ആർ ദ ചീഫ് സെർവന്റ് ഓഫ് യുവർ ഹൗസ്. മെൻ, ഇറ്റ്സ് ടു സെർവൻസ് ലിവിങ് ടുഗദർ. രണ്ട് ദാസന്മാര് അല്ലെങ്കിൽ രണ്ട് ദാസര് ഒരുമിച്ച് ജീവിക്കുക. ടു സെർവൻസ് ലിവിങ് ടുഗദർ, ഷെയറിങ് വിത്ത് വൺ അനദർ. Amen. I just want to just share these things with you because I really believe that Christian families, നമ്മളെ ആത്മീയത്തിന്റെ മറവില് ഒത്തിരി കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. Please don't do that. God wants you to have a good family because നല്ലൊരു കുടുംബം ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു സഭ ഉണ്ടാകത്തുള്ളൂ, നല്ല രാഷ്ട്രം ഉണ്ടാകത്തുള്ളൂ, നല്ല കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തുള്ളൂ. Maybe some of you need to repent. Some of you need to repent and say, God, I'm really sorry. You heard some things. അതായത് എൻ്റെ ഭാര്യയുടെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലായിട്ടില്ല, അവിടെ സ്നേഹത്തിന്റെ ഭാഷ എനിക്ക് അറിയത്തില്ല. To the men, I want to ask you, do you know your wife's first love language? നിന്റെ ഭാര്യ ഏറ്റവും അധികം സ്നേഹം എടുക്കുന്ന ഭാഷ ഏതാണെന്നറിയാമോ? ഭർത്താവിന് ഏറ്റവും സ്നേഹം അനുഭവിക്കുന്ന ഭാഷ ഏതെന്ന് ഭാര്യയ്ക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുക. Lord, I want to, Lord Jesus. To young people, I want to say, master your body. നിങ്ങളുടെ ഇമോഷൻസിന് നിങ്ങളൊരു കൺട്രോൾ ഉണ്ടാകണം. ഇമോഷൻ വൈൽഡായിട്ട് ജീവിച്ചേച്ച് don't go into marriage. If you are experiencing all these things, if you're watching things that are really bad, watching movies that are tickling your emotion, Bible says, do not awake love before time. സമയത്തിന് മുമ്പ് സ്നേഹത്തെ ഇളക്കരുത് എന്ന് ഉത്തമഗതി പറയുന്നുണ്ട്. There is a time for everything. Surrender to God. If you're struggling, talk to somebody. Get help. And I want to pray for you. Shall we just close our eyes for a moment of prayer? Father, പിതാവേ, അവിടുത്തെ നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി വചനം കേട്ട എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, കുടുംബങ്ങൾക്ക് ഇത് അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ യൗവനക്കാർ വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്നവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരണമേ കർത്താവേ. അവരിൽ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവേ, അവരുടെ ബിഗ് ക്വസ്റ്റ്യൻസ് ഇൻ ലൈഫ്, ജീവിതത്തിലെ വലിയ വിഷയങ്ങൾക്ക് കർത്താവെ അവർ ഇതുവരെയായിട്ടും മറുപടി കണ്ടില്ലെങ്കിൽ അതിനുള്ള അർത്ഥം കണ്ടെങ്കിൽ അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കുക. കർത്താവ് അങ്ങായി തീരട്ടെ കർത്താവ്. അങ്ങിൽ അവർ ആദ്യം അവരുടെ ബിഗ് സ്റ്റോൺസ്, വലിയ വിഷയങ്ങൾ എടുത്ത കർത്താവെ. കർത്താവ് ഒരു സ്പൗസിൽ നിന്ന് അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവ് ഞങ്ങൾ അവരെ ചോക്ക് ചെയ്യുമല്ലോ കർത്താവെ. ബിക്കോസ് ദേ ആർ നോട്ട് ഗാഡ്സ്. കർത്താവ് അവർ ദൈവങ്ങളല്ലല്ലോ, ദൈവമല്ലല്ലോ കർത്താവെ, അങ്ങല്ലല്ലോ കർത്താവെ. അങ്ങയ്ക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ അടിസ്ഥാനമായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിപ്പാൻ കഴിയത്തുള്ളൂ കർത്താവെ. അതുകൊണ്ട് അവരുടെ ചലഞ്ചിൽ ദൈവം സഹായിക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ കർത്താവ്. മാരീഡ് ആയിട്ടുള്ളവർ ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കണമേ. സന്തുഷ്ടമായിട്ടൊരു ജീവിതത്തിന് വേണ്ടി കർത്താവ് അവരുടെ പങ്കാളിയെ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹം കൊടുക്കണമേ. കർത്താവ് എല്ലാറ്റിനും മഹത്വം കൊടുക്കണം. പിശാചിന് ഇടം കൊടുക്കാൻ ഇടയായിത്തീരരുതേ കർത്താവ്. പ്രാർത്ഥന ഇടുന്നുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കേൾക്കണമേ സ്വർഗ്ഗസ്ഥ പിതാവേ. Amen. So I want to take this time to thank the ICPF Ernakulam chapter, to the staff worker. God bless you, Brother Shine, and my friend Cindy Joyce, and everybody. God bless you. Thank you so much for this time. God bless you.